ദൈവത്തെ സ്തുതിക്കാം. എല്ലാവരും കണ്ണുകളെ അടച്ച് പ്രാർത്ഥനയ്ക്കായ തലകളെ വണക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധനയിൽ ദൈവമഹത്വം പകൽക്കാലം വെളിപ്പെടേണ്ടതിനായി ദൈവകരങ്ങളിലേക്ക് നമ്മെ നൽകാം. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. റോഡാ ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുസന്നിധാനത്തിൽ ഞങ്ങൾക്ക് കൂടി വരുവാൻ പ്രത്യേക വിശുദ്ധ ആരാധനയ്ക്കായി ഞങ്ങൾക്ക് തിരുപ്പാദപടെ അണയുവാൻ തരുന്ന നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലത്തെ ആരാധന അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ആദ്യയുടെ പരിശുദ്ധാത്മാവിന്റെ വലിയ നടത്തിപ്പുണ്ടാകണം. ആരാധന ശേഷം നടക്കുന്ന വൈദ്യുതിനായി പ്രാർത്ഥിക്കുന്നത് അനുഗ്രഹമാക്കി തീർക്കണമേ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ തിരുസാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ് അവിടുത്തെ നാമത്തെ ഞങ്ങൾ വാഴ്ത്തിപ്പാടുവാൻ, സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിപ്പാൻ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം സ്വർഗ്ഗത്തിൽ ദൈവം ഞങ്ങളെ ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി ദൈവകരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളെ വിട്ടു കടന്നുപോയ ഒരാഴ്ചക്കാലം മുഴുവൻ അവിടുത്തെ ഭദ്രപേരെയും ചെറുകടയിൽ ഞങ്ങളെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ദൈവസ്ഥാനത്ത് കൂട്ടിവരുത്തിയ പ്രിയ കർത്താവേ, ദൈവത്തിനായി സ്തോത്രം ചെയ്യുന്നു. എല്ലാവരും ഇവിടുന്ന് അനുഗ്രഹിക്കണമേ. ഇന്ന് പകൽക്കാലത്ത് ശുശ്രൂഷകളെല്ലാം ആശീർവദിക്കണം. അവിടുത്തെ നാമത്തിൽ തക്ക മഹത്വം നൽകി പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണശക്തിയോടെ അങ്ങ് ആരാധിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകി തരണമേ. അവിടുത്തെ നാമം ഞങ്ങൾ മഹത്വപ്പെടട്ടെ. ഹല്ലേലൂയ. അതിവിടുത്തെ പരിശുദ്ധാത്മാവിനെ നയിക്കുവാനും മഹത്വം അങ്ങേക്ക് യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൽ വന്ദനം. ഇത് പകൽക്കാലം വിശുദ്ധ ആരാധനയ്ക്കായി ദിവസത്തിലാകെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും നിങ്ങൾ എല്ലാവരെയും കർത്താവിൽ വന്ദനം ചെയ്യുകയും ചെയ്തു. പ്രാരംഭത്തിൽ 1-2 പാട്ടുകൾ പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. സ്തോത്രം. പ്രിയ സഹോദരങ്ങളോട് ചേർന്ന് ഗാനങ്ങൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അവൻ ദൈവനാമത്തിന് അവൻ നന്ദിയോടെ നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. അവൻ ചെയ്ത എല്ലാ ഉപകാരങ്ങളും, അവൻ ചെയ്ത എല്ലാ ക്രിയകളും നമ്മുടെ ജീവിതത്തിൽ നമ്മളെ രക്ഷിച്ചവനായ കർത്താവ്. ഹല്ലേലൂയ. നമ്മുടെ പാപങ്ങളെയൊക്കെ ചുമന്ന കാൽവറി മലമുകളിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. ഹല്ലേലൂയ. ഇന്നും എന്നും നമ്മുടെ കൂടെയുള്ളവനായ ഹല്ലേലൂയ യേശു ക്രിസ്തു അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ കർത്താവാണ്. ഹല്ലേലൂയ. അവൻ നമ്മുടെ കൂടെ എപ്പോഴുമുള്ള കർത്താവിനെ ധ്യാനത്തോടെ നമുക്ക് ചേർന്ന് പാടി ദൈവത്തെ സ്തുതിക്കാം. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്ത് യേശുവിനുള്ള പാട്ട് പാടി നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്ത് യേശുവേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്ത് യേശുവേ, നീയല്ലാതില്ല ഭൂമിയിൽ ആഗ്രഹിപ്പാനാരുമേ, നീയല്ലാതില്ല ഭൂമിയിൽ ആഗ്രഹിപ്പാനാരുമേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്ത് യേശുവേ, കാൽവരി മലമുകളിൽ നീ ഞങ്ങൾക്കായി, കാൽവരി മലമുകളിൽ നീ ഞങ്ങൾക്കായി കാവലം ചേർന്നു തൂങ്ങി മരിച്ചുയിരേറിയ, കാവലം ചേർന്നു തൂങ്ങി മരിച്ചുയിരേറിയ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്ത് യേശുവേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്ത് യേശുവേ, അന്നു ഞങ്ങൾക്കുള്ള എല്ലാം തന്നു പോറ്റുന്നു, അന്നു ഞങ്ങൾക്കുള്ള എല്ലാം തന്നു പോറ്റുന്നു, ഇന്നുമെന്നും കൂടെയുണ്ട് ഉള്ള വാക്കു തന്നവൻ, ഇന്നുമെന്നും കൂടെയുണ്ട് ഉള്ള വാക്കു തന്നവൻ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്ത് യേശുവേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്ത് യേശുവേ, ശത്രുവീ അഗ്നിയസ്ത്ര ശക്തിയോടെ എതിർക്കുന്ന, ശത്രുവീ അഗ്നിയസ്ത്ര ശക്തിയോടെ എതിർക്കുന്ന, മാർഗയിൽ ജയം തന്നു കാത്തു സൂക്ഷിച്ചിടുന്ന, മാർഗയിൽ ജയം തന്നു കാത്തു സൂക്ഷിച്ചിടുന്ന, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്ത് യേശുവേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്ത് യേശുവേ, ജനകരുടെ ഫലമായി
ദിനപ്രതി ജീവിച്ചിടുന്ന ദിനപ്രതി ഹർഷവാദം ചെയ്തു ജീവിച്ചിടുന്ന നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യസമ്പത്തേശുവേ. ലോകത്തിൽ ഞങ്ങൾക്കുള്ളതെല്ലാം നഷ്ടമാകിലും ലോകത്തിൽ ഞങ്ങൾക്കുള്ളതെല്ലാം നഷ്ടമാകിലും ലോകത്താൽ നിത്യം ദുഷിച്ചിടും അങ്ങേശുവേ. ലോകത്താൽ നിത്യം ദുഷിച്ചിടും അങ്ങേശുവേ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യസമ്പത്തേശുവേ. നിത്യജീവമൊഴികൾ നിന്നിലുണ്ട് താരകേ. നിത്യജീവമൊഴികൾ നിന്നിലുണ്ട് താരകേ. നിന്നെ വിട്ടിട്ടാടിയങ്ങ് എന്നു പോയി വസിക്കും. നിന്നെ വിട്ടിട്ടാടിയങ്ങ് എന്നു പോയി വസിക്കും. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യസമ്പത്തേശുവേ. നീയല്ലാതില്ല സമ്പത്തേശുവേ. നീയല്ലാതില്ല ഭൂമിയിലാഗ്രഹിപ്പാനാരുമേ. നീയല്ലാതില്ല ഭൂമിയിലാഗ്രഹിപ്പാനാരുമേ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യസമ്പത്തേശുവേ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യസമ്പത്തേശുവേ. നമ്മുടെ കരങ്ങളിലൂടെ ദൈവത്തെ സ്തുതിക്കുക. ഇതുപോലെ നമ്മുടെ ദിവ്യസമ്പത്തായി നമ്മുടെ വലിയ ഫലമായി നമ്മുടെ മഹത്തായ പ്രതിഫലമായി നമ്മുടെ ദൈവം നമുക്കുള്ളതിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അടുത്ത കാലം ചേർന്ന് പാടുമ്പോൾ നമുക്ക് എല്ലാവരും ദിവസത്തിൽ എഴുന്നേറ്റുകൊണ്ട് ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിപ്പാൻ ദൈവത്തെ ആരാധിപ്പാൻ ദിവസത്തിലായിരിക്കുന്നു. ഹല്ലേലൂയ. സത്യത്തിലും ആത്മാവിൽ ദൈവത്തെ ആരാധിപ്പാനുള്ള സമർപ്പണത്തോടെ ഇന്ന് പകൽക്കാലം ദൈവാലയത്തിലേക്ക് കടന്നു വരുവാൻ നമുക്ക് ഇവിടെയാണല്ലോ കൃപ ലഭിച്ച നാം. ഹല്ലേലൂയ. ദൈവത്തെ ആരാധിപ്പാൻ ഹല്ലേലൂയ വിളിച്ചു വേർതിരിക്കപ്പെട്ട ജനം ദൈവത്തെ ആരാധിക്കുമ്പോൾ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ ചൊരിയപ്പെടുവാൻ കർത്താവ് ഇടയാക്കട്ടെ. യഹോവയായ ദൈവത്തിന് ആരാധന അർപ്പിപ്പാൻ ഹല്ലേലൂയ മമ്മരുടെ തോപ്പില് സ്തോത്രം യാഗപീഠം ഉയർത്തിയ അബ്രഹാമിനെ പോലെ ഹല്ലേലൂയ യാക്കോബിന്റെ കടവിൽ ഹല്ലേലൂയ സ്തോത്രം ദൂതനുമായി മൽപിടുത്തം നടത്തി അനുഗ്രഹങ്ങളെ പ്രാപിച്ച് യാക്കോബിനെ പോലെ മരുഭൂമിയിൽ ദൈവജനത്തിന് മന തന്ന ഹല്ലേലൂയ മോശയുടെ ദൈവത്തിന്റെ ഹല്ലേലൂയ ആരാധന പോലെ കർമ്മേലിൽ യഹോവയായ ദൈവത്തിന്റെ അഗ്നി ഇറങ്ങിയ പോലെ ഹല്ലേലൂയ ഏലിയാവിന്റെ പ്രാർത്ഥനയാൽ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുന്നത് പോലെ അഗ്നി മേഘസ്തംഭങ്ങൾ തന്നെ ജനത്തെ വഴി നടത്തിയ ദൈവത്തെ ഇന്ന് പകൽക്കാലം ആരാധിപ്പാൻ നമുക്ക് ലഭിച്ച ഭാഗ്യമോർത്ത് ദൈവത്തെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ. രാവിലെ നിർത്തിയിരിക്കുന്നല്ലോ ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താൻ കൃപ ലഭിച്ചവരെല്ലാം സ്തുതിച്ചിട്ട് എന്നുള്ള ഗാനം ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ആരാധന ആരാധന യാഹന്ന ദൈവത്തിന് ആരാധന. ആരാധന ആരാധന യാഹന്ന ദൈവത്തിന് ആരാധന. ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. ആരാധന ആരാധന
Abraham
സ്തുതിക്കാമല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. Thank you, Jesus. Hallelujah. Thank you, Lord. Thank you, Lord. Riba mama bigara de sarana. Wilgama kanega de shekera. Glory to God. Hallelujah. 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 Stotram, stotram, stotram. In the name of Jesus. Praise the Lord. Praise the Lord. Hallelujah. അവിടുത്തെ നാമത്തിന് മഹത്വം. Oh, hallelujah. Hallelujah. Stotram, stotram, stotram. Oh, hallelujah. 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 Praise the Lord. Praise the Lord. Praise the Lord. Amen. ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥനയോടെ നമുക്ക് ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ദിവസവും എഴുന്നേൽക്കാം. 20-ാം സങ്കീർത്തനം വാക്യപ്രകാരമായി പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. Psalm 20. We will read this psalm responsively and give glory to God. 20-ാം സങ്കീർത്തനം Psalm 20. യഹോവ കഷ്ടകാലത്തിൽ നിനക്ക് ഉത്തരമരുളുമാറാകട്ടെ. യാക്കോബിന്റെ ദൈവത്തിന്റെ നാമം നിന്നെ ഉയർത്തുമാറാകട്ടെ. നിന്റെ വഴിപാടുകളൊക്കെ അവൻ ഓർക്കട്ടെ. നിന്റെ ഹോമയാഗം കൈക്കൊള്ളുമാറാകട്ടെ. ഞങ്ങൾ നിന്റെ ജയത്തിൽ ഘോഷിച്ചുല്ലസിക്കും. ഞങ്ങളുടെ ദൈവത്തിന്റെ നാമത്തിൽ കൊടി ഉയർത്തും. യഹോവ നിന്റെ അപേക്ഷകളൊക്കെ നിവർത്തിക്കുമാറാകട്ടെ. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു. ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. അടുത്ത വാക്യം ചേർന്ന് വായിക്കാം. യഹോവേ രാജാവിനെ രക്ഷിക്കണമേ. ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ ഉത്തരമറിയണമേ. ഹല്ലേലൂയ. ചില രഥങ്ങളിലും ചില കുതിരകളിൽ ആശ്രയിക്കുമ്പോൾ ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ ഹല്ലേലൂയ കീർത്തിച്ചുകൊണ്ട് ആ നാമത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഇതുപോലെ ദൈവസല്ലാതെ ദൈവത്തെ സ്തുതിപ്പാണ്. കർത്താവിന്റെ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിച്ചാണ്ട് ഇവിടെ കരങ്ങളെ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. പിതാവേ, തിരുസംഘങ്ങളായിരിക്കും ഞങ്ങൾ നടത്തിയ വിധങ്ങൾക്കായി സ്തോത്രം. ഞങ്ങളെ പരിപാലിച്ച പരിപാലനങ്ങൾക്കായി സ്തോത്രം. ഇന്ന് പകൽക്കാലം ലഭിച്ച സംഗീതത്തിലൂടെ ഞങ്ങളോട് സംസാരിക്കണമേ. അവിടുത്തെ ആത്മാവ് ഞങ്ങളുടെ ഹൃദയങ്ങളോട് ഇടപെടുമാറാകണമേ. Oh, your spirit shall talk to us, speak to us, O Master. Hallelujah, close to our hearts, O Master. Hallelujah. We experienced you this morning. Thank you, Lord, for hearing our prayer. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി കർത്താവേ. യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ എല്ലാവർക്കും ദിവസത്തിലിരിക്കാം. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട നല്ല പകൽക്കാലത്തിനായി വിശുദ്ധ ആരാധനയ്ക്കായി കൂടി വന്ന ദൈവജനത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും കർത്താവിൽ വന്ദനം അറിയിക്കുന്നു. ദൈവസന്നിധാനത്തിൽ നമുക്ക് ഒരുമിച്ച് വന്ന് പ്രത്യേക ദൈവത്തെ ആരാധിപ്പാൻ കർത്താവ് ഒരുക്കുന്ന ഈ മഹനീയമായ അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. നാം വായിച്ച സങ്കീർത്തന ഭാഗത്തേക്ക് നാം സ്തോത്രം നോക്കുമ്പോൾ ഹല്ലേലൂയ, ഈ സങ്കീർത്തനം 20-ാം സങ്കീർത്തനം ഹല്ലേലൂയ യുദ്ധത്തിനായി പുറപ്പെടുന്ന ഒരു രാജാവിന് ആശംസയായി ദൈവജനം ഒരുമിച്ച് പാടുന്ന ഒരു ഗാനമാണ് 20-ാം സങ്കീർത്തനം. ദാവീദ് എഴുതിയ സങ്കീർത്തനമായി നാം ഇതിനെ കാണുന്നു. On the eve of the battle, in the time of the warfare, യുദ്ധ സന്നദ്ധരായി നിൽക്കുന്ന ദൈവജനം സ്തോത്രം ദൈവത്തിന് ആലോചന പ്രാപിച്ച് അവർ മറ്റ് ദേശങ്ങൾക്കെതിരെ ജാതികൾക്കെതിരെ പുറപ്പെടുമ്പോൾ ഹല്ലേലൂയ അവർ രാജാവിന് വേണ്ടി പ്രാർത്ഥിക്കും. പടയാളികൾക്കായി പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യുദ്ധ മുന്നണിയിലേക്ക് പോകുന്നവർക്കായി അവർ പ്രാർത്ഥിക്കും. പുരോഹിതന്മാർ വന്ന് അവരെ അനുഗ്രഹിക്കും. സ്തോത്രം. അങ്ങനെ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ. അതുകൊണ്ട് ഒന്നാം വാക്യം കാണുന്നത് യഹോവ കഷ്ടകാലത്തിൽ നിനക്ക് ഉത്തരമരുളുമാറാകട്ടെ. യാക്കോബിൻ ദൈവത്തിന്റെ നാമം നിന്നെ ഉയർത്തുമാറാകട്ടെ. അവൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നിനക്ക് സഹായം അയക്കുമാറാകട്ടെ. സിയോനിൽ നിന്ന് നിന്നെ താങ്ങുമാറാകട്ടെ. ഹല്ലേലൂയ. നിന്റെ വഴിപാടുകളൊക്കെ അവൻ ഓർക്കട്ടെ. ഹല്ലേലൂയ. നിന്റെ ഹോമയാഗം കൈക്കൊള്ളുമാറാകട്ടെ. Praise the Lord. Hallelujah. They are anticipating a victory
when they pronounce the name of the Lord. യഹോവയായ ദൈവത്തിന്റെ നാമം വിളിച്ചപേക്ഷിക്കുമ്പോൾ, ആ നാമം ഉരുവിട്ട് ഒരു വ്യക്തിയെ അവർ അയക്കുമ്പോൾ, ഹല്ലേലൂയ, യുദ്ധമുന്നണിയിലേക്ക്, ഹല്ലേലൂയ, അപകടം നിറഞ്ഞ സാഹചര്യങ്ങളിലേക്ക് രാജാവും പടയാളികളും കടന്നു പോകുമ്പോൾ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ നാമത്തിൽ അവർ പോകുമ്പോൾ, ദാവീദ് പറഞ്ഞത് ഗോലിയാത്തിനോട് പറഞ്ഞു, നീ വടിയും കുന്തവുമായി എന്റെ അടുക്കിലേക്ക് വരുന്നു. ഹല്ലേലൂയ, വാളും കുന്തവും പരിചയും അകമ്പടി നായകനും ഒക്കെ ഞാൻ നിന്റെ അടുക്കൽ വരുന്നത് ഇതൊന്നുമില്ലാതെയാണ്. ഞാൻ വരുന്നത് സൈന്യങ്ങളുടെ ദൈവമായ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ നാമത്തിൽ. ശൗലിന്റെ പേര് ഇവിടെ പറഞ്ഞില്ല. ദൃഢഗാത്രന്മാരായ സഹോദരങ്ങളുടെ സഹോദരന്മാരുടെ ആരുടെയും പേരിക്ക് ബാക്കപ്പിന് ആളുണ്ട് എന്നൊന്നും പറഞ്ഞില്ല. സ്തോത്രം, ഹല്ലേലൂയ. പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ, യഹോവയായ ദൈവത്തിന്റെ നാമം. That is a strategy that the people of Israel are being taught. ദൈവത്തിന്റെ ജനമായ ഇസ്രായേലിനെ പഠിപ്പിച്ച, സ്തോത്രം, ഹല്ലേലൂയ, ഒരേ ഒരു വാർ സ്ട്രാറ്റജിയേ ഉള്ളൂ. എന്നറിയാമോ? യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഹല്ലേലൂയ. ദൈവത്തിന്റെ കയ്യിലെ ആയുധങ്ങളായി, സ്തോത്രം, ഇസ്രായേൽ ജനം വെളിപ്പെടുമ്പോൾ അവിടെ അവർക്ക് വിജയമുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ പറയുന്നുണ്ട്, ഇവിടെ യഹോവയായ ദൈവത്തിന്റെ നാമത്തിൽ ഞങ്ങൾ കൊടി ഉയർത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. The banner that we raise in the presence of God is not our own banners, is not our name, praise the Lord, but the name of the Lord. രാവിലെ കാലം സ്വതം അഭിഷേകം പ്രാപിച്ച, അഭിഷേകമുള്ള ദൈവസന്നിധിയിൽ, ഹല്ലേലൂയ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട അഭിഷിക്തരായ, ഹല്ലേലൂയ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ, ഹല്ലേലൂയ, നിറയപ്പെട്ട ദൈവജനം ഒരുമിച്ച്, ഹല്ലേലൂയ, നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. When we engage in the warfare in the kingdom of God, ദൈവരാജ്യത്തിനകത്തുള്ള യുദ്ധമുന്നണിയിലേക്ക് നാം ആകുമ്പോൾ നമുക്ക് വേണ്ടി ഇടപെടുന്ന, നമുക്ക് വേണ്ടി വെളിപ്പെടുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഇന്ന് നമുക്ക് വേണ്ടി നിലകൊള്ളുന്നതോട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ശത്രുവിന്റെ സകല ദുഷ്ടാത്മ സേനയോടും അത്രേ നമുക്ക് വാർഫെയർ, യുദ്ധമുള്ളത്, പോരാട്ടമുള്ളത്. ഇന്ന് പകൽക്കാലം നാം കാണുന്നുള്ളത്. ഇവിടേക്ക് ഇന്ന് പകൽക്കാലം പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു കാര്യം ഉറപ്പാണ്, ഹല്ലേലൂയ, നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ജയിച്ചവരെ പിൻപറ്റുന്നവരുടെ കൂട്ടമാണ് നാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇനി അങ്ങോട്ട് ജയം തന്നെയാണ്. എന്റെ ദൈവത്തിന്റെ നാമത്തിൽ, യഹോവയുടെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ. പ്രൈസ് ദി ലോർഡ്. Hallelujah. His anointed shall never be forsaken by God Almighty. Hallelujah. If you are under the mighty wings of God, if you are according to the will of God, അവൻ തന്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് തന്റെ വലങ്കയുടെ രക്ഷാകരമായ വീര്യപ്രവർത്തികളാൽ. എന്റെ 7-ാം വാക്യം പറയുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന വാക്യം നാം പലപ്പോഴും പ്രാർത്ഥനകളിൽ ഉച്ചരിക്കുന്നതാണ്. ചിലർ രഥങ്ങളിൽ, ചിലർ കുതിരകളിൽ ആശ്രയിക്കും. അന്നത്തെ ഏറ്റവും വലിയ സ്തോത്രം, ഒരു യുദ്ധ സന്നാഹത്തിന് അവർ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് രഥങ്ങൾ, കുതിരകൾ, രഥങ്ങൾ. ഹല്ലേലൂയ, സ്തോത്രം. chariots and horses, that shows the power of the army. ഈ അടിമകൾക്കെതിരെ, യുദ്ധം അറിയാത്തവർക്കെതിരെ, സ്തോത്രം, ഒരു വിധമായ വാർഫെയറിനെ കുറിച്ച്, ഒരു അടിമകളായിരുന്നു, അവർക്ക് ആയുധമില്ല, യുദ്ധം ചെയ്യാൻ യാതൊരു സന്നാഹങ്ങളുമില്ല. എന്നാൽ ഫറവോനും സൈന്യവും അറിയാതിരുന്നൊരു കാര്യമുണ്ട്, യഹോവ. ഒരു കാര്യം നാം മനസ്സിലാക്കിക്കോണം. Praise the Lord. It is not depending upon your resources. Hallelujah. It is not depending upon how much experienced you are. It is not depending upon how much resources you have, how strong you are. Praise the Lord. ഒരിക്കലും ഗോലിയാത്ത് വിചാരിച്ചില്ല ഈ വാൾ കൊണ്ട് തന്നെ ആയിരിക്കും എന്റെ ശിരസ് പോകുന്ന. ഒരിക്കലും ഗോലിയാത്ത് വിചാരിച്ചില്ല. ഹല്ലേലൂയ. മൊർദെഖായിക്കെതിരെ ഹാമാൻ കഴുകല ഉയർത്തിയപ്പോൾ, ഹല്ലേലൂയ, മൊർദെഖായി അളവെടുക്കാൻ വേണ്ടി പലരെ വിട്ടു. പലരും നമ്മുടെ അടുത്ത് സ്നേഹത്തോടെ സംസാരിക്കുമ്പോൾ, തഴുകി സംസാരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും സ്നേഹമാണ്, അളവെടുക്കാൻ വരുന്നതാണ്. ഹല്ലേലൂയ. നമ്മൾ എത്രത്തോളം ഉണ്ടെന്ന് അളക്കാൻ വരുന്നതാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എന്നെ അളന്ന് ഒത്തിരി പേരുണ്ട്, എനിക്കറിയാം. വർത്താനം കേൾക്കുമ്പോൾ അറിയാം. പരിശുദ്ധമായ ഉള്ളിൽ പറയണം തന്നെ അളക്കാൻ. അളന്ന് തൂക്കം അനുസരിച്ച്, വെയിറ്റ് അനുസരിച്ച്, അല്ലേ? സ്വതന്ത്രം. മൊർദെഖായിയുടെ വെയിറ്റും ഹൈറ്റും ഒക്കെ അനുസരിച്ച് കഴുകമരം ഉയർത്തി ദൈവം പറഞ്ഞു. ഹാമൻ പറഞ്ഞാണ്, ഇനി ഞാൻ ഒടിഞ്ഞു വീണ് അവൻ രക്ഷപ്പെടരുത്, കുറച്ചുകൂടെ വെയിറ്റ് ഉള്ളവന് വേണ്ടി, അവനേക്കാൾ ഡബിൾ വെയിറ്റ്. ഇങ്ങനല്ലേ ക്യാപിറ്റൽ പണിഷ്മെന്റ് ഇന്ത്യ നടത്തുമ്പോൾ അവർ ആദ്യം ഒരു ട്രയൽ നടത്തും എന്ന് പറയുന്നത് പോലെ
കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷെ ദൈവത്തിന് അറിയാമായിരുന്നു ഇതിലൊരുത്തും തൂങ്ങുന്നെങ്കിൽ അത് മോർദെഖായി ആയിരിക്കത്തില്ല, കഴുകുമരം ഉയർത്തിയ ഹാമാൻ തന്നെ. Hallelujah. So don't be scared by seeing the weapons that the enemy is doing against you. Hallelujah. Praise the Lord. ഗോലിയാത്തിന്റെ അകമ്പടി നായകനെ കണ്ട്, അവന്റെ മുമ്പിൽ നിൽക്കുന്ന പിടിച്ചിരിക്കുന്ന കുന്തം കണ്ട്, അവന്റെ ഷീൽഡ് കണ്ട്, അവന്റെ അട്ടഹാസം കേട്ട്, അവന്റെ പിൻപിൽ നിറഞ്ഞിരിക്കുന്ന സൈന്യത്തെ കണ്ടൊന്നും ദാവീദ് ഭയപ്പെട്ടില്ല. ഹല്ലേലൂയ. കാരണം എന്നറിയാമോ? ദാവീദിന്റെ മുൻപിൽ അതിലും ശക്തനായ ഒരു ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടുവാനിടയായി. ദാവീദ് കേട്ടിട്ടുണ്ട്, രാജാക്കന്മാർ യുദ്ധത്തിന് പോകുമ്പോൾ, ശൗലിന്റെ ഹല്ലേലൂയ സൈന്യ യുദ്ധത്തിന് പോകുമ്പോൾ, എന്റെ സഹോദരന്മാർ യുദ്ധത്തിന് പോകുമ്പോൾ, ഇശായിയുടെ ഭവനത്തിൽ നിന്ന് കൂടാരത്തിൽ നിന്ന് ഇറങ്ങി പുറപ്പെടുമ്പോൾ അവർ ഒരുവിധത്തിൽ പ്രാർത്ഥനയുണ്ട്. ഹല്ലേലൂയ. ആ പ്രാർത്ഥനാ വാചകങ്ങൾ ചേർത്ത് വെച്ച 20-ാം സങ്കീർത്തനം ഹല്ലേലൂയ താൻ രചിച്ചത് അവിടെ പറയുക, യഹോവയുടെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ. ഇന്ന് രാവിലെ ഒറ്റ കാര്യമേ ഉള്ളൂ, നീ ആരുടെ നാമം വഹിക്കുന്നു? ഹല്ലേലൂയ. എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം. ഹല്ലേലൂയ. നിങ്ങൾ എന്റെ നാമത്താൽ വിളിക്കപ്പെട്ടിരിക്കുന്നെങ്കിൽ ഒരു കാര്യം ഉറപ്പാ, അവൻ തന്നെ രാജാവിന് മഹാരക്ഷകനുള്ള ദൈവമാ. ഹല്ലേലൂയ. അഭിഷേകത്തിനെ പരിപാലിക്കുന്ന ദൈവമാ, തന്റെ അഭിഷേകത്തിന് ദയ കാണിക്കുന്ന ദൈവമാ. Our God is a God who shall show his mercy and steadfast love towards his anointed. Hallelujah. ഇന്ന് രാവിലെ ഈ അത്യന്ത ശക്തി പകർന്നിരിക്കുന്നത് ഈ മൺപാത്രങ്ങളില്ല, അഭിഷേകം നമ്മിൽ പകർന്നിരിക്കുന്നത് the anointment of God, the anointment of the Holy Spirit that is poured out into your hearts and minds, into these earthen vessels, in order that we shall be strengthened. Hallelujah. The power shall manifest in and through our lives. What all things enemy shall bring against us. എന്തൊക്കെ അവൻ പടച്ചു വിട്ടാലും, കഴുകുമരമായാലും ഗോലിയാത്തിനെ പോലെ ഹല്ലേലൂയ മഹാസംഭവങ്ങൾ നമുക്ക് മുൻപിൽ കൊണ്ടു നിർത്തിയാലും, ഹല്ലേലൂയ സ്തോത്രം, ഒരു മഹാസൈന്യം എനിക്ക് നേരെ പാളയമിറങ്ങിയാലും, ഹല്ലേലൂയ ഏലിയാവും ഹല്ലേലൂയ ഗേഹസിയും മാത്രമായിരിക്കുമ്പോഴും എന്തുവാ സംഭവിച്ചത് പ്രിയമുള്ളവരെ? ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി. എലീശ പറയുക, ഇവന്റെ കണ്ണും തുറക്കണം. ഹല്ലേലൂയ. ഒരു വലിയ സൈന്യം അവർക്ക് നേരെ വന്നപ്പോൾ ഹല്ലേലൂയ വിടുതല് എവിടെയെന്ന് അറിയാമോ? ഹൃദയത്തിന്റെ കണ്ണ് തുറക്കുന്നതില്. That is all. Hallelujah. You don't need any weapon. Hallelujah. You don't need any hallelujah sophisticated plans and strategy for the warfare. Praise the Lord. Hallelujah. Praise God. Hallelujah. You need only one thing. Hallelujah. Praise the Lord. പ്രാർത്ഥിപ്പാനൊരു പായ, മുട്ടുമടക്കുവാനൊരു മനസ്സ്, ദൈവമേ വിളിച്ചപേക്ഷിപ്പാനും ഹല്ലേലൂയ ഒരു ആറ്റിറ്റ്യൂഡ്, ഒരു മനോഭാവം ഉണ്ടെങ്കിൽ നിന്റെ ഹൃദയത്തിന്റെ കണ്ണ് തുറന്നിട്ട്, നിന്റെ ഹൃദയത്തിന്റെ കണ്ണ് തുറക്കുന്ന നിമിഷം നിന്റെ വിടുതൽ ആരംഭിക്കുക. ഒരുപാട് പ്രതികൂലങ്ങൾ മുമ്പിൽക്കൊണ്ട് പലതും കണ്ട് നമ്മൾ ഭാരപ്പെടുകയാ, പല വാക്കുകളും നമ്മുടെ ഹൃദയങ്ങൾ തകരുകയാ. ഓ ഹല്ലേലൂയ. വലിയ വലിയ ഭഗമ്പനങ്ങൾ, തിരമാലകൾ, ഓ ശത്രുവിന്റെ രഥചക്രം ചക്രങ്ങൾ ചുറ്റും നിലയുറപ്പിച്ചിരിക്കുന്ന ഒരു സൈന്യം. ഓ ഹല്ലേലൂയ. എലീശയ്ക്ക് വേണ്ടി, ഓ ഗേഹസിക്ക് വേണ്ടി ഇത്ര വലിയ സൈന്യമോ? രണ്ട് ഹല്ലേലൂയ ആയുധമില്ലാത്ത, യുദ്ധം ചെയ്യുവാൻ അറിയാത്ത, പടവെട്ടുവാൻ അറിയാത്ത, പ്രസംഗിക്കാനും പ്രവചിക്കാനും ഇത്രമാത്രം പടയെടുക്കുമോ? എലീശ പറയുക, ഒറ്റ കാര്യം മതി, ഇവന്റെ കണ്ണം തുറന്നാൽ മതി. ദിവസം ഒരു കാര്യം മനസ്സിലായിക്കോണം, നമുക്കറിയത്തില്ല ഹല്ലേലൂയ നമുക്കെതിരെയുള്ള പടയൊരുക്കത്തിന്റെ ആഴം. ശത്രുവിനറിയവൻ ശക്തനാ. ഹല്ലേലൂയ. കുഷ്ഠരോഗം പിടിച്ച് കുറച്ചുപേര് ഹല്ലേലൂയ സ്വന്തം നമുക്കറിയാമല്ലോ, കുഷ്ഠരോഗം പിടിച്ച് മരിക്കാൻ വേണ്ടി പാളയത്തിൽ തള്ളിയിരുന്നവർ ഹല്ലേലൂയ അവർ പറഞ്ഞു, ഞങ്ങൾ ഇവിടെ കിടന്നാലും മരിക്കും, അവിടെ പോയാലും മരിക്കും. സ്വതന്ത്രം. അതുകൊണ്ട് അവര് സ്തോത്രം ജിമ്മിൽ പോയി എക്സസൈസ് ചെയ്തിട്ട് ഒരു വർക്കൗട്ട് ചെയ്യാനുള്ള ചിന്തയില്ല. സ്തോത്രം. മരിക്കുന്നതിന് മുമ്പ് അവസാന വർക്കൗട്ടിന് പോയതാ. സ്തോത്രം. രാജാവിന് തോന്നാതിരുന്നത്, സൈന്യത്തിന് തോന്നാതിരുന്നത്, അവിടെയുള്ള ആർക്കും തോന്നാതിരുന്നത് ഹല്ലേലൂയ ദൈവങ്ങളുടെ ഉള്ളിൽ. പ്രിയമുള്ളവർ, ഈ ദേശത്ത് നാം ആയിരിക്കുമ്പോൾ ശത്രുവിന്റെ പാളയങ്ങൾ കിരീടാവറയ്ക്കുന്നത്, നാം പ്രാർത്ഥിക്കുമ്പോൾ, നാം വേണ്ടി കടലെടുക്കുമ്പോൾ, അതിന്റെ കുടുംബ ജീവിതങ്ങൾക്കായി പ്രാർത്ഥിക്കുമ്പോൾ, ചില പ്രാർത്ഥനാവിഷയങ്ങൾ നാം ഒരുവിട്ട് രാത്രിയിൽ നമ്മളെ ഉദ്ബോധിപ്പിച്ചപ്പോൾ അവിടെ പർവ്വത ശക്തികൾ തകർന്നുകൊണ്ടിരിക്കുകയാണ്. പലതോടെ തകർന്നടിക്കുകയാണ്. പലപ്രക്കാരെ പോരടിക്കുന്ന ആരോഗ്യത്തിലെ വെല്ലുവിളി ഉയർത്തുന്ന പലതോടെ തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുക. തകരുന്ന ശക്തികൾ
when you carry forward the name of Jesus, hallelujah, when you have your walk according to his commandment, hallelujah, യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നവൻ, ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്നവൻ, ഹല്ലേലൂയ, ദൈവഹിതപ്രകാരം ചരിക്കുന്നവൻ, ഹല്ലേലൂയ, അവൻ വഴിയേ പോകുമ്പോൾ തന്നെ, അവനത് വന്ദനം ചെയ്തില്ലെങ്കിൽ പോലും അവൻ വഴിയേ പോകുമ്പോൾ തന്നെ ആളുകൾക്ക് മനസ്സിലാകുക, ഇതുവഴിയായി പോകുന്നവൻ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയമുള്ളവരുടെ പകൽക്കാലം നാം നമ്മുടെ ശക്തി തിരിച്ചറിഞ്ഞാൽ, പ്രൈസ് ദി ലോർഡ്, many times we are not bothered about that. Many times we are not, hallelujah, praise, analyzing and realizing the value when we lift up the name of Jesus. യേശുവിനെ നാം ഉയർത്തുമ്പോൾ അന്ധകാര ശക്തികൾ തകരുന്നുണ്ട്. ഹല്ലേലൂയ, തകരുന്നുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കിയാലും ഇല്ലെങ്കിലും യേശുവിന്റെ നാമം വഹിക്കുന്നൊരുവൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഒരു ദേശത്തുണ്ടെങ്കിൽ അവിടെ വ്യത്യാസങ്ങൾ. എന്തുകൊണ്ടാണ് ഈ യുദ്ധസന്നാഹം എനിക്കെതിരെ? എന്തുകൊണ്ടാണ് ഈ പ്രതികൂലം എനിക്കെതിരെ? എന്തുകൊണ്ടാണ് ഈ പ്രതിബന്ധം? എന്ത് കാര്യത്തിൽ നിങ്ങൾ എന്തുവായി പറയുന്നേ എന്നൊക്കെ നമ്മൾ ചോദിച്ചെന്ന് വരാം. പക്ഷേ ചില ദൈവിക പദ്ധതികൾ, ഹല്ലേലൂയ, അത് അടിസ്ഥാനമാകുമ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോയാൽ, ഇങ്ങനെ പ്രബലപ്പെട്ടാൽ, ഇവിടെ ഇങ്ങനെ വചനം വെളിപ്പെട്ടാൽ, ചില നമ്മൾ പ്രാർത്ഥിക്കുന്ന, നമ്മൾ വചനം പ്രസംഗിക്കുന്നവർ വചനത്തിൽ നടന്നാൽ മതി. കാര്യസഹിതം നമുക്ക് മനസ്സിലാകും. പ്രാർത്ഥന നിർത്തത്തില്ല. രാത്രിയുടെ ആളുകളെ തട്ടി ഉയർത്താതെ ഉള്ളിന്റെ ഉള്ളത്തിൽ, ഹല്ലേലൂയ, ഈ ഹല്ലേലൂയ പോരിനെ ഉൾക്കൊള്ളുവാൻ, മനസ്സിലാക്കുവാൻ ഇതിനെ യുദ്ധം ചെയ്തേ മതിയാകൂ. ഇവിടെ നിലനിൽക്കുന്ന പകരമില്ല. കഷ്ടമേൽക്കുവാൻ വിളിക്കപ്പെട്ടവർ, ക്രിസ്തുവിന്റെ നിന്ദ വെക്കുവാൻ വിളിക്കപ്പെട്ടവർ. There is a warfare. There is a fight that is going on. Hallelujah. ഭൗതിക അനുഗ്രഹങ്ങൾ പ്രാപിച്ച്, ആത്മീയ അനുഗ്രഹങ്ങൾ പ്രാപിച്ച്, പച്ചപ്പ് പ്രാപിച്ച് നാം അതിൽ തൃപ്തി അടങ്ങിയിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധനാമം ഓർപ്പിക്കുക, ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ല, ഇവിടെ കൊണ്ട് നിൽക്കുന്നതല്ല. ഹല്ലേലൂയ, ഈ പ്രാപിക്കുന്ന നന്മകളോട് നിൽക്കുന്നതല്ല. ഇതിനപ്പുറത്തേക്ക് ചില ആത്മീയ അനുഗ്രഹങ്ങൾ മാറിപ്പോകുവാൻ നമുക്ക് അവകാശമില്ല. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥന ഉയരട്ടെ, ഉപവാസങ്ങൾ, ഹല്ലേലൂയ, നടക്കട്ടെ, ഹല്ലേലൂയ, ആത്മതപനം നടക്കട്ടെ. ഏറ്റിലും വെണ്ണീറിലും ഇരിക്കുന്നത് പോലെ ദൈവത്തിന്റെ പ്രവൃത്തി കാണും വരെ, അവിടുത്തെ കരം കാണും വരെ, ദാസന്റെ കണ്ണ് യജമാന്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാന്റെ കയ്യിലേക്കും പോലെ ഞങ്ങളുടെ കണ്ണുകളുടെ ദൈവമായ യഹോവയിലേക്ക് അവങ്കിൽ നിന്ന് സഹായം വരുന്നത് വരെ. യഹോവയായ ദൈവത്തിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ. ഞങ്ങൾ നിന്റെ നാമത്തിൽ കൊടിയുയർത്തും. ഇന്ന് രാവിലെ കാല ദിവസമായിരിക്കുമ്പോൾ, ഹല്ലേലൂയ, അഭിഷേകമുള്ള, ഹല്ലേലൂയ, ദൈവിക അഭിഷേകം പ്രാപിച്ച, ദൈവത്താൽ അഭിഷിക്തമാക്കപ്പെട്ട, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട, പരിശുദ്ധാത്മാവിനാൽ ആത്മാവിനാൽ നടത്തപ്പെടുന്ന ഒരു ദൈവജനത്തിന്, ഹല്ലേലൂയ, കൂട്ടത്തിന് ദൈവം ജയം നൽകും. ഹല്ലേലൂയ, കാരണം ജയത്തിന്റെ നാമം വഹിക്കുന്നവരാണ്. പറഞ്ഞവരുടെ നാമത്തെ നാം വഹിക്കുന്നുവെങ്കിൽ ഇന്നലെ പകൽക്കാലം ഒരു കാര്യം ഉറപ്പിക്കുക, നിനക്ക് ജയമുണ്ട്. ഹല്ലേലൂയ, നിനക്ക് ജയമുണ്ട്. ഹല്ലേലൂയ, നിനക്ക് വിടുതലുണ്ട്. ഹല്ലേലൂയ, അത് ഈ ഭൂമിയിൽ ജയിക്കുന്ന ജയമായിരിക്കും. ഹല്ലേലൂയ, പലയിടത്തും തോറ്റാലും, ഇവിടെ പലരുടെ മുമ്പിലും നാം അടിയറവ് പറഞ്ഞാൽ, പലരുടെ മുമ്പിലും നാം തോറ്റു, ഹല്ലേലൂയ, ഞങ്ങൾ അവരെ പരാജയപ്പെടുത്തി എന്നൊക്കെ ഹല്ലേലൂയ പറഞ്ഞാലും, തോൽപ്പിക്കുവാൻ ശ്രമങ്ങൾ നടന്നാലും ഒന്നും നാം വകവെക്കരുത്. നമുക്ക് ജയം വേണ്ടത് ആത്മതലത്തിലാണ്. ഇവിടെ വാക്കിൽ ജയിക്കാതെ, ഇവിടെ മറുപടി പറയാതെ, ഇവിടെ പ്രതികൂലങ്ങൾ കണ്ട്, നമുക്കെതിരെയുള്ള പോരുകൾ കണ്ട്, ഹല്ലേലൂയ, ജോലി സ്ഥലത്താകാം, ഹല്ലേലൂയ, വ്യക്തിപരമായ ജീവിതത്തിലാകാം, ഹല്ലേലൂയ, സ്വന്തം മറ്റ് പല ഇടങ്ങളിൽ നമുക്കെതിരെ വെല്ലുവിളികൾ ഉയരുന്നുണ്ടാകാം. എന്നാൽ നാം ദൈവത്തിന്റെ കരത്തിന്റെ പ്രവൃത്തിക്കായി കാത്തിരുന്നാൽ, പ്രിയമുള്ളവരെ,
ആയുധങ്ങൾ നിനക്കെതിരെ പടക്കോപ്പ് നിനക്കെതിരെ ഉണ്ടാക്കുന്നത്, നിനക്കെതിരെ വരുന്ന എല്ലാ യുദ്ധസന്നാഹങ്ങളും അവർക്കെതിരെ തന്നെ തിരിയുന്ന ഒരു സമയം വരുന്നുണ്ട്. ഹല്ലേലൂയ. അത് നമ്മുടെ കണ്ണാൽ കാണുവാൻ, നമുക്കെതിരെ ഉണ്ടാക്കിയ ആയുധങ്ങൾ അവർക്കെതിരെ പ്രവർത്തിക്കുന്നത് കാണുവാൻ, ഹല്ലേലൂയ, ഈ ദിവസങ്ങളിൽ ആത്മകണ്ണുകളാൽ പ്രാർത്ഥനാ മുറിയിൽ ആ ജയം വരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകളെ ഒരു നിമിഷം ദിവസം അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഹല്ലേലൂയ, ജയം ദൈവത്തിനുള്ളത്, ജയം യഹോവയ്ക്കുള്ളത്. ഹല്ലേലൂയ. ഞങ്ങൾ നിന്റെ നാമത്തിൽ ഘോഷിച്ചുല്ലസിപ്പാൻ, ജയത്തിൽ ഘോഷിച്ചുല്ലസിപ്പാൻ രാജാവിനെ രക്ഷിക്കണമേ. ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ ഉത്തരം പറയണമേ. ഹല്ലേലൂയ. നമുക്ക് കാലം ദിവസത്തിന്റെ കാലത്തിൽ നമ്മുടെ രാജാവുമായവൻ, ഹല്ലേലൂയ, ഞങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ നിന്ന് ജയത്തിനാ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അവിടുത്തെ അഭിഷേകം രഥങ്ങളിലും കുതിരകളിലും ആകരുത്. ഞങ്ങളുടെ ആശ്രയം ഞങ്ങളുടെ ദൈവമായ യഹോവയിലാകട്ടെ. അതിനാൽ ഞങ്ങളെ സഹായിക്കണമേ. ലോകത്തിന്റെ പാതകൾ തിരഞ്ഞെടുക്കാൻ ഞങ്ങളെ അനുവദിക്കരുത്. ലോകത്തിന്റെ വഴികൾ തിരഞ്ഞെടുക്കാൻ ഞങ്ങളെ അനുവദിക്കരുത്. അവിടുത്തെ നാമത്തെ ഉയർത്തുവാൻ ഞങ്ങളെ സഹായിക്കണം. അതിനാൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു കർത്താവിന്റെ വലിയ നാമത്തിൽ തന്നെ. Amen. Hallelujah. We are going to have an English song. Let us all stand in the presence of God. Hallelujah. We'll sing an English song and praise God. എല്ലാവരും ദൈവത്തിൽ എഴുന്നേൽക്കാം. Hallelujah. സ്തോത്രം. നമുക്ക് ദൈവസന്നിധാനത്തിൽ ആ പാട്ട് പാടി നമുക്ക് ദൈവത്തെ ആരാധിപ്പാൻ. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കാനുള്ള സമയമാണല്ലോ. ഇന്ന് രാവിലെ കാലം ദൈവിക ആരാധന നമ്മൾ വെളിപ്പെടുവാൻ, ദൈവത്തിന്റെ പദ്ധതി നമ്മൾ വെളിപ്പെടുവാനാകട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം നമ്മൾ വെളിപ്പെടട്ടെ. പ്രിയപ്പെട്ട ചേർന്ന് ഹല്ലേലൂയ നമുക്ക് ഒരുമിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. Glory to God. Praise the Lord. Psalms 103 verses 1 and 2 says, "Bless the Lord, O my soul, and all that is within me. Bless His holy name. Bless the Lord, O my soul, and forget not all His benefits." When we sit and look back at all the reasons why we can bless the Lord, there is uncountable reasons why we can bless the Lord. Throughout our whole lives, we've seen how God has been blessing us. He kept us from all sorts of destruction. He healed us from our sicknesses. He blessed us at our work, at our schools. He blessed our family. There's so many reasons why we can worship the Lord. But the number one reason that we have to know is that the love of God. He loved us so much that He left everything behind to die for our sins on the cross. And He was a wonderful gift of salvation. The Bible says that He knew us even before He laid the foundations of the world. Even the Bible says that as high as the heavens are from the earth, so high is God's love for us. And another reason that we can thank God and bless His name is when a lot of people in the world, when they live a life that is separated from God, He has given us a hope that we're going to spend eternity with Him. So I request all believers to sing this song with us, 10,000 Reasons. Amen. Yes. Hallelujah. Hallelujah.
Hallelujah. Thank you, Jesus. Hallelujah. You may be seated, please. Praise God. Hallelujah. Kids will come forward now for the memory verses. Hallelujah. When you are going to another, you will say memory verses. Humans can reproduce only human life, but the Holy Spirit gives birth to spiritual life. So don't be surprised when I say you must be born again. The wind blows wherever it wants. It says you can hear the wind but can't tell where it comes from or where it's going. So you can't explain how people are born with the Holy Spirit. John 3 verses 6 to 8. Trust in the Lord with all your heart, lean not on your own understanding. 3:5, Proverbs 3:5. Hallelujah. Praise God. The king rejoices in your strength, O Lord. Great is his joy. How great is his joy in the victories you give. In the victories you give. You have granted all of his heart's desire and have not withheld the request of his lips. Psalms 21 verses 1-2. Trust in the Lord with all your heart, and don't be honest on all of place, only can he make perfect. Hallelujah. How can a young man keep his way pure? By guarding it according to your word. Psalm 119, verse 9. Psalm 84, verses 11 to 12. For the Lord God is sun and shield. The Lord bestows favor and honor. No one knows his walk is blameless. Lord Almighty is the one trusted. Passion is slow to anger and rich in love. He is good to all. He has compassion on all he has made. Psalm 145, 8 and 9. Do not love the world or the things in the world. If somebody loves the world, the love of the Father is not in you. 1 John 2 verse 15. Matthew 7:7. Ask and it will be given to you. Seek and you'll find. Knock and the door will be open to you. The Spirit of the Lord shall rest upon him, the Spirit of wisdom and understanding, the Spirit of counsel and might, the Spirit of knowledge and of the understanding. The fear of the Lord. Isaiah 11 verse 2. Proverbs 4 verses 6 to 9. Do not forsake wisdom and she will protect you. Love her and she will watch over you. The beginning of wisdom is this. Cherish her and she will get understanding. Cherish her and she will exalt you. Embrace her and she will honor you. She will give you a garland to grace your head and present you with a glorious crown. Romans chapter 12 verses 14 and 15. Bless those who persecute you. Bless and do not curse. Rejoice with those who rejoice and weep with those who weep. Of heaven is like a net that was cast into the sea and gathered fish of every kind. And when it was full, the men drew to shore, sat down, and sorted the goods in containers and threw away the bag. So it will be in the end of days. The angels will come out and separate the evil from the righteous and throw them into the fiery furnace. Matthew 13 verses 47 to 50. Someone asked me, how does my help come from? My help comes from the Lord, the maker of heaven and earth. He is not a yoke for suffering. He watches over Israel and never sends them on sleep. The Lord is your keeper. He is your shade at your right hand. The sun will not strike you by day, nor the moon by night. Psalms 121 verses 1 to 6. തേജസ്സിൽ വെളിപ്പെടുമേ എൻ പ്രിയ രക്ഷകൻ നീതി സൂര്യനാ
നമുക്ക് ഒരുമിച്ച് ദൈവം വരുന്ന ഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. നാം ചിന്തിക്കുന്ന സ്വന്തം വേദഭാഗത്തിലേക്ക് തന്നെ നമ്മുടെ ചിന്തയെ തിരിക്കാം. Let us turn our eyes to the word of God which we are meditating so far. നെഹമ്യാവിന്റെ പുസ്തകം 6-ാം അധ്യായത്തിലെ 5 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണ് നാം ഇന്ന് പകൽക്കാലം ധ്യാനത്തിനായി തിരഞ്ഞെടുത്തത്. നെഹമ്യാവിന്റെ പുസ്തകം 6-ാം അധ്യായം വരെ നമുക്ക് എത്തുവാനിടയായി. 6-ാം അധ്യായത്തിന്റെ 1 മുതൽ 15 വരെ കഴിഞ്ഞ ഞായറാഴ്ച നമുക്ക് ധ്യാനിപ്പാൻ ഇടയായി തീർന്നല്ലോ. Last Sunday we were able to reach up to the Nehemiah 16. We meditated upon 16:1 to 6. Sorry, Nehemiah 6:1 to 15 last Sunday. Praise the Lord. നമ്മൾ റീബിൽഡിംഗ് ഫ്രം ദ റൂയിൻ, തകർച്ചയിൽ നിന്ന് പണിതുയർത്തുന്ന സ്തോത്രം, ആ ഒരു തീമിനെ ആസ്പദമാക്കി, വിഷയത്തെ ആസ്പദമാക്കിയാണ് ഈ കഴിഞ്ഞ 8 ഭാഗങ്ങൾ ചിന്തിപ്പാൻ ഇടയായിത്തീർന്നത്. For the past 8 parts we were meditating upon the rebuilding the ruins. That is a theme which we are meditating upon. Praise the Lord. ഇന്ന് പകൽക്കാലവും നാം ചിന്തിക്കുന്നതിന്റെ 9-ാം ഭാഗത്തേക്ക് നാം പ്രവേശിക്കുമ്പോൾ 6-ാം അധ്യായത്തിന്റെ അവസാന വാക്യങ്ങൾ നാം ചിന്തിക്കുന്നു. അവിടെ നാം കാണുന്നത് ദൈവമായ യഹോവ, സ്തോത്രം, God has accomplished, ദൈവമായ യഹോവ കാര്യങ്ങളെ
സാധിപ്പിച്ചു തന്ന കാര്യമാണ് നാം ശ്രദ്ധിക്കാൻ താല്പര്യപ്പെടുന്നത്. We are entering into the part 9 of this series, and what we are going to see over here is how our God has helped Nehemiah to complete his work. Praise the Lord. 16-ാം വാക്യത്തിൽ നാം കാണുന്നുണ്ട് ഈ പ്രവൃത്തി ഞങ്ങളുടെ ദൈവത്തിന്റെ സഹായത്താൽ സാധ്യമായി. So on the 16th verse we could see that this work has been completed with the help of our God. Praise the Lord. Hallelujah. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 15 മുതൽ 19 വരെയുള്ള വാക്യമാണ് ധ്യാനത്തിന് അടിസ്ഥാനമായി. മലയാളത്തിലും ഇംഗ്ലീഷിലും ആ വാക്യങ്ങളൊന്ന് പ്രാരംഭത്തിൽ വായിച്ചാൽ. Let us read the meditative portion, that is chapter 6:15 to 19. Nehemiah chapter 6:15 to 19. So the wall was finished on the 25th day of Elul in 52 days. And it happened when all our enemies heard of it, and all the nations around us saw these things, that they were very disheartened in their own eyes, for they perceived that this work was done by our God. Also in those days the nobles of Judah sent many letters to Tobiah, and the letters of Tobiah came to them. For many in Judah were pledged to him, because he was the son-in-law of Shechaniah, the son of Era, and his son Jehonan had married the daughter of Meshullam, the son of Berechiah. Also they reported his good deeds before me, and reported my words to him. Tobiah sent letters to frighten me. Praise the Lord. Hallelujah. The building of the wall is done. മതിൽ പണി തീർന്നു എന്ന് നാം 15-ാം വാക്യത്തിൽ കാണും. We see in the verse 15 that the wall was completed. 52 ദിവസം കൊണ്ട് യെരുശലേമിന്റെ തകർന്നു കിടന്ന മതിലുകൾ പണി പൂർത്തിയാക്കുവാൻ നെഹമ്യാവിനെ ദൈവം ബലപ്പെടുത്തി. Nehemiah was enabled by God and strengthened by God to complete the broken walls of Israel in 52 days. Praise the Lord. 52 ദിവസം കൊണ്ട് മതിൽ പണി തീരുക എന്നുള്ളത് ഒരു അസാധാരണമായ ഒരു കാര്യമാണ്. It is very miraculous thing indeed to know that the wall work was completed in 52 days. ഈ 82 ദിവസത്തെ പണിക്കായി നെഹമ്യാവ് 4 മാസം ദൈവത്തിൽ പ്രാർത്ഥിച്ചു. For the completion of this wall, Nehemiah prayed unto God for 4 months. അപ്പോൾ ദൈവത്തിന്റെ ഒരു പണി നമ്മൾ നടക്കണമെങ്കിൽ സ്തോത്രം എത്രയോ നാൾ മുൻപ് നാം പ്രാർത്ഥിച്ചെങ്കിലേ ദൈവത്തിന്റെ പണി നമ്മൾ നടക്കുകയുള്ളൂ. For God to work in our life, for certain work to happen, we have to spend time in God's presence for a long time. ഈ മതിൽ പണി എന്ന് പറയുന്നത് യെരുശലേമിന്റെ മതിൽ ഇടിഞ്ഞു കിടന്നപ്പോൾ നെഹമ്യാവ് കരഞ്ഞതായി നാം കാണുന്നുണ്ടല്ലോ. We see that when the walls of Israel was broken down, Nehemiah was crying in the presence of God. ഒരു മതിൽ ഇടിഞ്ഞ് എത്ര കരയുന്നു നമ്മൾ വിചാരിക്കും. We might think why we have to cry for a fallen wall, a broken wall. മഴ പെയ്യുമ്പോൾ കയ്യാലെ ഇടിഞ്ഞാൽ അപ്പച്ചന്മാരൊന്നും പോയി മുമ്പിൽ കരയാറില്ല, മേശിരിയെ വിളിച്ച് പണി ചെയ്യിപ്പിക്കുക, അതാ ചെയ്യുന്നത്. So we know that when a wall is broken, we tell our masons to work and complete the wall. പക്ഷേ ഇവിടെ ഇതൊരു സാധാരണ മതിലല്ല. But we know that this wall is not a normal ordinary wall. ദൈവത്തിന്റെ ജനത്തിന്റെ സ്തോത്രം ഐഡന്റിറ്റി അതിനു വേണ്ടിയുള്ള ഒരു പ്രൊട്ടക്ഷൻ ആണ് ഈ മതിൽ എന്നുള്ളത്. This wall is the protection of the identity of the people of God. അവരുടെ പേര്, അവരുടെ രാജ്യം, അവരുടെ പട്ടണം യെരുശലേം എന്ന പട്ടണം, ദാവീദിന്റെ പട്ടണമായ യെരുശലേം, അതിന്റെ പരിപാലനത്തിനായി വളരെയധികം സ്ട്രാറ്റജിക്കായി ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ പട്ടണം മതിൽ എന്നുള്ളത്. So Jerusalem is a city of David, and it is placed in a very strategic and crucial position, and wall is very important to protect that city. മതിൽ ഇടിഞ്ഞു പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സംരക്ഷണം ഇടിഞ്ഞു പോയതല്ല. When the walls are broken, what it means is that their protection has been broken down. അവരുടെ മേൽ ഒരു ദേശത്ത് നിന്ന് അവരുടെ മേൽ വീണു എന്നല്ല അർത്ഥം. It means an embarrassment or an insult has fallen upon the people of God. ഈ മതിൽ തകർത്തത് നെബൂഖദ്നേസറിന്റെ ആ ഒരു അതിക്രമം, ആ ഒരു ആക്രമണത്തിലാണ് ഈ യെരുശലേമിന്റെ മതിൽ തകർന്നു പോകാനിടയാക്കുന്നത്.
We know by the history that the wall was broken by the attack of King Nebuchadnezzar. അപ്പോൾ അന്ന് ആ പട്ടണത്തെ തീവ്രം നശിപ്പിച്ചു, ദേവാലയം നശിപ്പിച്ചു, പോയ വഴിക്ക് ഈ മതിലും മുഴുവനായി തകർത്തിട്ടാണ് ആ രാജാവ് മടങ്ങിപ്പോയത്. So the king returned after destroying the city, destroying the temple, and destroying the wall. അന്ന് മുതൽ ജനത്തിന് നിന്ന് കിടക്കുക. Since that day, the people are despised. The people of Israel are despised. The people of Israel are despised. Praise God. ചുറ്റുമുള്ള ദേശം, ചുറ്റുമുള്ള സകല ജാതികളാലും അവർ നിന്ദിക്കപ്പെട്ട് കിടക്കുകയാണ്. They were despised and mocked by the people of the nations around Jerusalem. അവർ ആലയം പണിതു, they built the temple. അവർ മറ്റു കാര്യങ്ങൾ പലതും ക്രമപ്പെടുത്തി. They arranged to rest all the things. പക്ഷേ മതിൽ പണി മാത്രം നടന്നില്ല. But the work of the wall itself was not completed. ദൈവത്തിന്റെ ജനത്തിന് ഇന്നും ഒരു സംരക്ഷണമില്ലാതെ ആർക്കും എന്തും അവരെ ചെയ്യാം, ആർക്കും അവരുടെ മേൽ കുതിര കയറാമെന്നുള്ള ചിന്തയില് ഇങ്ങനെ തുറന്നു കിടക്കുകയാണ്. The wall has been broken down and the city has been opened up in such a way that the people of God, the Israelites, can be attacked by outside nation. Anybody can come inside the city. People can do anything unto them. The city was destroyed by fire. Not a stone was remaining. In that manner, the city was destroyed. The wall was destroyed. It is completely ruined. The city was completely ruined. So in this time of ruin, or that is the time when the Holy Spirit is inspiring Nehemiah to build the wall. We see that against the work of God, we see lot of attacks against that work of God. Challenges. 52 ദിവസം കൊണ്ട് മതിൽ പണി പൂർത്തിയായി. With all these challenges and distraction, they were able to build the wall in few days. ദൈവത്തിന് നമ്മെ ഉദ്ധരിപ്പാനും നമ്മെ പണിയുവാനും പദ്ധതിയുണ്ടെങ്കിൽ ഏത് പ്രതികൂലത്തിലും ദൈവം നമ്മെ പണി ചെയ്യും. What this building of the wall shows us is that God can rebuild us and renew us, and also if God has got a plan for to build us, He can do that in any situation. Praise the Lord. Hallelujah. നെഹമ്യാവിന്റെ 52 ദിവസത്തെ ഈ മതിൽ പണി നമ്മെ കാണിക്കുന്നത് നമുക്കൊരു വലിയ ഉത്തേജനമാണ്, നമുക്കൊരു ഇൻസ്പിറേഷൻ ആണ്. കാരണം ദൈവത്തിന്റെ പ്രമാണം, ദൈവത്തിന്റെ പദ്ധതി അത് നമ്മിൽ പൂർത്തീകരിക്കുവാനിടയായി തീരും. We see that the work of Nehemiah is a great inspiration for us, because the plan of God has been fulfilled in the life of Nehemiah and for the ഏത് അസാധ്യമെന്ന് പറയുന്ന കാര്യവും ദൈവത്താൽ നമ്മിൽ സാധ്യമാകും. ഹല്ലേലൂയ. അതിന്റെ ഉദാഹരണമാണ് ഈ മതിൽ പണി. Whatever impossible things, if God desires, He can fulfill that in our life. That is the example shown by the work of this wall. 15 വാക്യങ്ങളിൽ നാം കാണുന്നത് ഈ മതിൽ പണി കഴിഞ്ഞപ്പോൾ ഉള്ള ശത്രുവിന്റെ ഒരു പ്രതികരണമാണ്, റെസ്പോൺസ് ഓഫ് ദ എനിമി. What we are seeing from 15 word onwards is the response of the enemies on building of this wall, after the completion of the building of this wall. ഞങ്ങളുടെ സകല ശത്രുക്കളും അത് ഞങ്ങൾ ആകെ ഭയപ്പെട്ടു. അവർ തങ്ങൾക്ക് തന്നെ അല്പന്മാരായി തോന്നി. ഈ പ്രവൃത്തി ഞങ്ങളുടെ ദൈവത്തിന്റെ സഹായത്താൽ സാധ്യമായി എന്ന് അവർ ഗ്രഹിച്ചു. In the verse 16 we see that when all our enemies heard about this, all the surrounding nations were afraid and they lost their self-confidence, because they realized that this work has been done with the help of our God. Praise the Lord. Hallelujah. അവർക്ക് തന്നെ അവരെ അല്പന്മാരായി തോന്നി. They lost their self-confidence. Praise the Lord. Hallelujah. എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ പ്രതികൂലം ഇതിനെതിരെ ഉയർത്തിയിട്ടും ഇത് നടന്നു. The enemies are thinking that so much of challenges arose against the wall, still the wall is completed. Praise the Lord. Hallelujah. ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയിട്ടും മതിൽ പണി പൂർത്തിയായി. We caused so much of problem to Nehemiah, yet the work of the wall is being completed. അവർ ഒരുപാട് തടസ്സങ്ങൾ പറഞ്ഞു. They created a lot of hindrances. ഒരുപാട് കളിയാക്കി. They mocked them. അവിടെ ഇവിടെ നിന്ന് പല കാര്യങ്ങൾ പറഞ്ഞു.
They said many things in various times. നെഹമ്യാവിനെ അവർ ശാരീരികമായി പോലും ഉപദ്രവിക്കുവാൻ തയ്യാറായി. They were ready to torture Nehemiah physically as well. കൊല്ലുവാൻ ഭാവിച്ചു. They wanted to kill Nehemiah. വകവരുത്തുവാൻ ഭാവിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. അവർ ദോഷം ചെയ്യുവാൻ അവർ വിചാരിച്ചു. The word of God says they were planning to go against him. Praise the Lord. Praise be to God. Hallelujah. കൊല്ലുവാനാണ് വിചാരിച്ചത്. They thought of killing Nehemiah. പക്ഷെ അതെല്ലാം ഉണ്ടായിട്ടും പിന്നെ ഭയപ്പെടുത്തുവാൻ ശ്രമിച്ചു. They tried to scare Nehemiah. Praise the Lord. പക്ഷെ ഈ പണി കഴിഞ്ഞപ്പോൾ ഇവര് ഭയപ്പെടാൻ തുടങ്ങി. When the work was over, the enemy started to fear. Praise the Lord. Hallelujah. നിന്നെ നെഹമ്യാവിനെ കുറിച്ച് കേട്ടപ്പോൾ, പതിപ്പണിയെ കുറിച്ച് കേട്ടപ്പോൾ അവർ കേട്ടിട്ട് അവർ ഭയപ്പെടുവാനിടയായി തീർന്നു. All the surrounding nations were afraid when they knew that the wall, work of the wall was completed. Praise the Lord. Hallelujah. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ പ്രവൃത്തി ആരംഭിച്ചു കഴിയുമ്പോൾ ഹല്ലേലൂയ അതിന് തടസ്സമായി ഒന്നും വരികയില്ല. ദൈവത്തിന്റെ പ്രവൃത്തി പൂർണ്ണമായി നമ്മിൽ നടക്കും. When the work of God is started, nothing will stop it, and it will complete it at the time of God. അവർക്ക് തന്നെ അവരുടെ സെൽഫ് കോൺഫിഡൻസ്, അവരുടെ വ്യക്തിപരമായ ആ ഒരു അഹങ്കാരം, ഞങ്ങൾ എന്തെങ്കിലും ചെയ്യും എന്നുള്ള ചിന്ത, അത് പൂർണ്ണമായി അവരിൽ നിന്ന് മാറുവാൻ അവരാകെ തകർന്നടിയുവാനിടയായി. We see that they completely lost their self confidence and they were destroyed. Praise the Lord. എന്നാൽ ഇവിടെ പറയുന്ന കാര്യമുണ്ട്, അവിടെയുള്ള യഹൂദ പ്രമുഖന്മാർ അവരുടെ രണ്ട് മുഖം അവിടെ നമുക്ക് വ്യക്തമായി കാണുന്നുണ്ട്. Two faces. We see the two-facedness of nobles of the Judah. Praise the Lord. യഹൂദ പ്രമുഖന്മാർ എന്ന് പറഞ്ഞാൽ നാട്ടിലെ പ്രമാണിമാർ. So when we talk about nobles, they are rich people in those days. Praise the Lord. അവർ തന്നെ പറയുന്നുണ്ട് ഞങ്ങൾ പ്രമാണിമാർ, യഹൂദ പ്രമുഖന്മാർ എന്ന് പറയുന്നത് പറഞ്ഞാൽ ഗോത്രങ്ങളുടെ പിതാക്കന്മാരും മറ്റ് നാട്ടിൽ സ്തോത്രം അറിയപ്പെട്ട വ്യക്തികൾ, വലിയ പുള്ളികൾ നമ്മൾ പറയുന്ന ആളുകൾ. So these are the people who are known amongst the people, and they call themselves as the nobles of Judah. ഇവരെല്ലാം ഈ സൻബല്ലത്തും തോബിയാവും ഗെർശോനും എല്ലാം കയ്യിലെടുത്ത് വെച്ചിരിക്കുകയാണ്. So Tobiah and Sanballat and Gershom, they all were taken up, the nobles of Judah. They were in the control. ആ കാലത്ത് യഹൂദ പ്രഭുക്കന്മാർ തോബിയാവിന് അനേകം എഴുത്തയച്ചു. In those days, the nobles of Judah were sending many letters to Tobiah. Praise the Lord. Hallelujah. ഇവരെല്ലാം മച്ചാനും അളിയനും കൊച്ചപ്പനും കൊച്ചമ്മാച്ചനും ഒക്കെ അങ്ങോട്ട് they had relationship, they were related to each other. ഈ ബന്ധങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നിൽ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. There is only one relationship. You my back, I will scratch your back. നീ എന്റെ പുറത്ത് വന്ന് തന്നാൽ ഞാൻ നിന്റെ പുറത്ത് വന്ന് തരാം. Find a relationship which were against Nehemiah. നമുക്കറിയാലോ, ചിലർ ചക്കരയും തരുന്നത് നമ്മൾ പറയും. Some people say you are sweet and good. ചിലർക്ക് ചിലരോട് ഒരു പ്രത്യേക പ്രീതിയുണ്ട്. Some people like some people much more than others. അതെല്ലാ സഭകളിലും ഉണ്ട്, എല്ലാ കുടുംബങ്ങളിലും ഉണ്ട്. In all the churches it is there, and in all the families we see that. Unholy alliances എന്ന് നമ്മൾ പറയും. The word we can say is that unholy alliance. നിങ്ങൾക്ക് ആരുടെ ഇഷ്ടം തോന്നുന്നു ദൈവത്തിൽ എനിക്ക് അതിനെ ഇതിപ്പോ പാപമെന്ന് ഞാൻ പറഞ്ഞു. And that relationship, when we do not know when it will be turned into a defiled relationship. നിങ്ങൾക്ക് ആർക്കെങ്കിലും സാമ്പത്തിക സഹായം തരുമോ, നിങ്ങളുടെ വീട്ടില് കല്യാണം ആലോചിക്കുകയോ, നിങ്ങൾക്ക് ബന്ധങ്ങൾ ഉണ്ടാക്കി തരികയോ, സാമ്പത്തികമായ സഹായം ജോലി വാങ്ങിച്ചു തരികയോ, അല്ലെങ്കിൽ സ്വന്തം അളിയനും ആവുകയോ, ഇവിടെ കൊണ്ടുവന്നാണോ, അല്ലെങ്കിൽ വേറൊരു സിറ്റിയിൽ ഒരുപാട് ബന്ധങ്ങൾ അമേരിക്കയിൽ നമുക്ക് പല കുടുംബങ്ങളിലും കാണുവാൻ കഴിയും. In America we can see many relationships in the families, whether it is some monetary benefits or some way, or regarding the job he has supported you, those kind of relations we can see. അതിന്റെ ബേസിസിൽ ഒരുപാട് കടപ്പാട് നമുക്ക് മറ്റുള്ളവരോട് കാണും. കടപ്പാട്, we feel obligation towards for all those helps which we render. ഇതൊക്കെ സ്വാഭാവികം. നമ്മൾ മനുഷ്യരായിട്ട് ജീവിക്കുമ്പോൾ നമുക്ക് ഈ സഹായങ്ങളും അന്യോന്യമുള്ള ബന്ധങ്ങളും നമുക്കൊരു വ്യക്തിയോട് സ്നേഹം തോന്നുന്നതും എല്ലാം നമുക്കുണ്ട്. അളിയനും മച്ചാനും കൊച്ചപ്പനും, ഇതൊക്കെ ബന്ധങ്ങളെല്ലാം നമുക്ക് ഈ അമേരിക്കയിൽ മാത്രമല്ല ലോകത്തെമ്പാടും നമുക്കത് കാണുവാൻ കഴിയും. ശലോമോൻ അങ്ങനെ ബന്ധങ്ങൾ സ്ഥാപിച്ചൊരു മനുഷ്യനായിരുന്നു. So we see that this is normal, as we are human being, we have relationship and we have obligation to pay. So we see that even the Solomon had such kind of relationship all over the world. Solomon was a very wise man. ഏതൊക്കെ രാജാക്കന്മാര് പുള്ളിയോട് യുദ്ധം ചെയ്യാൻ ചാൻസ് ഉണ്ടോ അവരുടെ എല്ലാ പെൺമക്കളെ പുള്ളി കല്യാണം കഴിച്ചു. He married all the daughters of the kings who don't think in the wrong manner, but this was his. അദ്ദേഹം പറഞ്ഞ എക്സ്ക്യൂസ്, ഇസ്രായേൽ ശലോമോന്റെ കാലത്ത് യുദ്ധമില്ലായിരുന്നു. ഇസ്രായേൽ ഉണ്ടായിരുന്നോ?
ഒറ്റ യുദ്ധം നടന്നില്ല. During Solomon's reign there was no war. ഇങ്ങനെയാണ് ചിലരുടെ പരിപാടി. This is how things go in certain people's ദൈവത്തെ lives. സഹായിക്കാൻ ചിലർക്ക് ഭയങ്കര ആഗ്രഹം. People like to serve God and help God. സഭയിൽ ആളുകളെ കൂട്ടാൻ എന്ത് പരിപാടി കാണിക്കാനും അല്ലെങ്കിൽ ബന്ധങ്ങൾ ഉണ്ടാക്കുവാൻ, സാമ്പത്തികമായ നന്മ ഉണ്ടാക്കുവാൻ, നമുക്ക് നമ്മുടെ പക്ഷത്ത് നിൽക്കാൻ ആളിനെ ഉണ്ടാക്കുവാൻ, ഇതെല്ലാം നമ്മൾ പല രീതിയിൽ ദൈവത്തെ സഹായിക്കും. ദൈവത്തിന്റെ പേര് പറഞ്ഞ ഇതെല്ലാം ചെയ്യുന്നത്. We do certain things to help God to increase the numbers of the church or to bring people into church. നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങൾക്കും പിന്നിൽ ഇപ്രകാരമുള്ള റോങ് മോട്ടീവ്സ് ഉണ്ടെന്ന് നാം മറ്റുള്ളവർ പറയുന്നത് നമ്മുടെ ഉള്ളിലുണ്ട്. അത് ദൈവം കാണുന്നു. We have the wrong motives why we are helping God, but people might not know that motives, but God knows our heart. ഇത് നമ്മളെ സഹായിക്കുന്നതെന്നും അറിയാതെ ചിലരോട് തലവെച്ച് കൊടുക്കുകയും ചെയ്യുന്നു. Some people support these kind of helps without knowing that there are wrong motives behind that. ചിലർ എവിടുന്ന് സഹായം കിട്ടിയാലും വാങ്ങിക്കാൻ നടക്കുകയാണ്. Some people are ready to get help from anywhere and anybody. എന്റെ അപ്പനെ പറഞ്ഞു ചക്കാത്തന്നെ കിട്ടിയാൽ വിടത്തില്ല, പിടിച്ചോളൂ. സഹോദരൻ അറിയില്ല, പൂനെയില്ല പറഞ്ഞില്ല, പൂനെയില്ല പരിപാടിയില്ല. സ്വന്തം സക്കാത്ത് പറഞ്ഞ മുസ്ലിങ്ങളുടെ ഒരു പരിപാടി. സക്കാത്ത് പറഞ്ഞാൽ ദാനം. ദാനം കിട്ടിയാൽ എന്ത് സ്വീകരിക്കാൻ തയ്യാറാണ്. ഇതിന്റെ കോൺസിക്വൻസ് ഒന്നും ചിന്തിക്കത്തില്ല. So when people receive the goodness, they don't feel that there are consequences behind it. ഇവൻ ദേവദാസന്മാര് പോലും ഇതുപോലുള്ള പരിപാടി ഇപ്പൊ പെടാറുണ്ട്. Even the get these kind of trouble. പ്രമുഖമാർക്ക് പറ്റിയ പരിപാടി എന്ന് പറഞ്ഞാൽ ഇവർ ഈ തോബിയാവിന് മരുമോനെ കെട്ടിച്ചു കൊടുക്കും, മരുമോനെ സമ്പാദിക്കുകയും തോബിയാവിന് ഭാര്യയെ കൊടുക്കുകയും, അല്ലെങ്കിൽ മറ്റ് അവിടെയുള്ള ശമരിയക്കാർക്ക്. കാരണം തോബിയാവ് ഒരു ബിസിനസ്സുകാരനാണ്, അവന് ബിസിനസ് മൈൻഡാണ്. സ്തോത്രം. അവനൊരു ബിസിനസ്സുകാരനാണ്, അവൻ ഹാഫ് ജ്യൂ, പകുതി യഹൂദനാണ്. അങ്ങനെയുള്ളവനാണ്. സ്തോത്രം. അവന് യഹൂദന്റെ ഒരു പ്രമാണം അറിയത്തില്ല. അങ്ങനെയുള്ള വ്യക്തിയായിരുന്നു ഈ തോബിയാവ്. Tobiah is half Jew and he doesn't know much of the rules and regulation of Jewish culture, but he was a businessman, so he established a relationship with the nobles of Judah. അവന്റെ ചിന്ത ബിസിനസ്സാണ്. He is business minded. ഇന്നും ദൈവസഭയ്ക്കകത്ത് ബിസിനസ് നടത്തുന്ന ആൾക്കാരുണ്ട്. There are still today we see people who are doing business within the church. മൾട്ടിനാഷണൽ കമ്പനിയിലെ മൈൻഡ് സെറ്റ് വെച്ച് ദൈവസഭയിൽ പരിപാടി നടത്താൻ പ്രവർത്തിക്കുന്നുണ്ട്. There are people who try to change the process of the church as per the multinational mindset. അവർ സഹായിച്ചും സൈഡ് പറഞ്ഞും ബിസിനസ് മോട്ടീവ് ഉണ്ടാക്കിയും ആളുകളെ കൈയെടുക്കും. They will bring out people and they take people into their own hands to take their own to fulfill their own അതിനകത്ത് ദൈവദാസന്മാരും വിശ്വാസികളും മൂപ്പന്മാരും ഒക്കെ അകപ്പെടുന്നുണ്ട്. There are people who get trapped in that kind of ideas. ഇവിടെ നെഹമ്യാവിന്റെ കാര്യത്തിൽ സംഭവിച്ചത് ഇവന്റെ സഹായമൊക്കെ സ്ഥാനമൊക്കെ വാങ്ങിച്ച് കെട്ടിക്കാനത്ത് നിന്ന് പിള്ളേരെ കെട്ടിക്കാൻ സഹായിക്കുന്നു. അളിയനും മച്ചാനും ഉപ്പാപ്പനും കൊച്ചപ്പനും എല്ലാം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും അലയൻസ് ഉണ്ടാക്കി അവസാനം ഇത് അൺഹോളിയാണെന്ന് എപ്പോഴെന്നറിയാമോ? മതില് പണിക്കെതിരെ ഈ പരിപാടി കിടക്കപ്പെടാം. So we see in Nehemiah's chapter that Tobiah had the relationship with many of the nobles of Judah, but that alliances became unholy or defiled when they started attacking the work of Nehemiah. നിങ്ങൾ ആരെയൊക്കെ സ്നേഹിച്ചോ, ഇഷ്ടപ്പെട്ടോ, നിങ്ങൾക്ക് കൂടുതൽ സ്നേഹം കാണിക്കുന്നു. പക്ഷേ ദൈവസഭയ്ക്കെതിരെ, ദൈവരാജ്യത്തിനെതിരെ, ദൈവത്തിന്റെ പണിക്കെതിരെ ആ ബന്ധം ഉതകുമ്പോൾ അതിനെ ദൈവത്തിന്റെ പേരാണ് അവിശുദ്ധ ബന്ധം. ഇതിന് തോന്നുന്നൊന്നും പാപമല്ല. It is not a sin to love someone or have good relationship with people. പക്ഷേ ദൈവത്തിന്റെ പണിക്കെതിരെ, ദൈവദാസന്മാർക്കെതിരെ, ദൈവസഭയ്ക്കെതിരെ അത് ഉപയോഗിക്കുമ്പോൾ അതിനെ ദൈവം വിളിക്കുന്ന പേര് അൺഹോളി അവിശുദ്ധ ബന്ധം. So when that relationship comes as a hindrance and it is used against a servant of God and against the church and the work of the kingdom of God, for those kind of activities and relationship, God is calling it as an unholy alliances. നിങ്ങളുടെ താല്പര്യങ്ങളും സ്നേഹവും സന്തോഷവും നിങ്ങളുടെ വ്യക്തിപരമായ താല്പര്യങ്ങളൊന്നും ദൈവസഭയ്ക്കകത്തും ദൈവവേലയ്ക്കകത്തും ശുശ്രൂഷയിലും കൊണ്ടിട്ട് ഇളക്കരുത്. So you should not bring your own interest and your own on set of people and create hindrances in church and for the work of God. Praise the Lord. അതുകൊണ്ട് ഒരു ദോഷവും ദൈവരാജ്യത്തിന് ഉണ്ടാകുമെന്ന് വിചാരിക്കരുത്. നിങ്ങൾക്ക് ദോഷം ഉണ്ടാകും. Don't think that you are able to create some hindrances for the work of the kingdom of God, but the problem will be upon you. ഇത് ദൈവദാസന്മാർക്കുള്ള പ്രശ്നം. The same problem is with the servants of God. ചിലരോട് പ്രത്യേക താല്പര്യം.
he sides with certain people. ചിലരോട് പ്രത്യേക സ്നേഹം. He loves certain people more. ചിലർക്ക് ഒരു കാര്യമില്ലാതെ പല കാര്യങ്ങളും വാക്ക് കൊടുക്കും. He will commit certain things to certain people without any reason. ദൈവഹിതമില്ലാത്ത ഒരു കമ്മിറ്റ്മെന്റും ശുശ്രൂഷകൻ എടുക്കാൻ പാടില്ല. The servants of God should not take any commitment unless it is the will of God. Praise the Lord. സ്നേഹവും താല്പര്യമൊക്കെ തോന്നിക്കോ, പക്ഷെ ദൈവവേലയ്ക്കകത്ത് മിക്സ് ചെയ്യരുത്. So it is okay to have interest and love with people, but do not mix that with the work of God. നിങ്ങളുടെ കാര്യം അത് എന്നെ കൂടെ ചേർത്താ പറയുന്നത്, ദൈവഹിതമില്ലാത്ത യാതൊരു സ്നേഹവും പക്ഷം പിടിക്കലോ ഇതോ സ്നേഹപ്രകടനങ്ങളോ ഒന്നും ദൈവവേലയ്ക്കകത്ത് കൂട്ടിക്കുഴയ്ക്കാൻ പാടില്ല. I am saying this to you, including myself, that nothing of this unholiness should be brought for the work of God. Praise the Lord. ഇവര് പറയുന്നതോ തോബിയാവിനെ കുറിച്ച്, സൻബല്ലത്തിനെ കുറിച്ച്, ഗർശോമിനെ കുറിച്ച് നല്ല കാര്യങ്ങൾ എഴുതി 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 നെഹമ്യാവിനെ അയക്കുക, പിന്നെ നെഹമ്യാവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എഴുതി തോബിയാവിനെ അയക്കുക. And the nobles of Judah is writing good things about Nehemiah and sending it to Tobiah, and they are also writing good things about him. It is not because there is not a better person than Nehemiah. They don't think that there was no better person than Nehemiah. So God has chosen the. So basically, when we are asking a person to build a wall, at least a mason who has picked up a stone, he should be selected. But executive position minister, cabinet position But a cabinet position minister who is a cupbearer for the king was chosen to build the wall. We might see and think all these things within the church. We might have certain feeling for this certain things. My friends used to joke when I was in the Bible college. In Bible school, final നമ്മൾ എന്തുവാ ചെയ്യാൻ പോകുന്നത്, ഇവിടെ ഒരു മിനിസ്ട്രിക്ക് പോകുന്നത്, മിഷണറി ആയിട്ട് പോകണോ, പാസ്റ്ററായിട്ട് പോകണോ, ബൈബിൾ കോളേജ് അധ്യാപകരായിട്ട് പോകണോ, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ അവിടെ വരും, ചർച്ചകളൊക്കെ വരും. So when we come to the final stage of our Bible college, so there were questions about what we are going to do. Are we going as a missionary or a pastor, or that kind of discussion happens. ചിലർക്ക് ഒരു ബോധ്യം ഉണ്ടാവില്ല എന്തോ ചെയ്യാൻ പോകുന്നത്. Certain people don't even know what has to be done. വന്നപ്പോൾ ഒരു മിഷൻ ഉണ്ടായിരുന്നു. When they came, there was a mission. അവസാനം ആ മിഷൻ ലോസ്റ്റ് ആയാൽ പലരും പോകുന്നത്. Oh, when they came, there was a vision, and when they are going out of the Bible college, the vision is lost. Yeah. എന്തെങ്കിലും ചാപ്പലിൽ ചോദിക്കുക, എന്തെങ്കിലും have you lost anything before you guys go? So the people say that, oh yeah, I've lost my vision. അതാ പറയുന്നത്. അപ്പോൾ അവർ പറയും, എന്റെ ഭൂതത്തിൽ പറയാറുണ്ടായിരുന്നു, ഇനിയിപ്പോൾ പാസ്റ്ററായിട്ടും മിഷണറിയായിട്ടും പോകുന്നില്ല, ഫൗണ്ടറുടെ പോസ്റ്റിലുണ്ട് അതിനെ പോകുന്നുള്ളൂ. I will not go as the people joke that, I will not go as a pastor or missionary, but if there is a post for the founder, then I will go. അത് ഞങ്ങളുടെ കോളേജിൽ ഞാൻ പഠിച്ച സെമിനാറിൽ അവിടെ ഫൗണ്ടർ ആയിട്ട് ടോപ്പാണ്. So where I studied the Bible college, the founder is the topmost position. നമുക്ക് മനസ്സിലായാൻ പാടില്ല, ഫൗണ്ടർ എന്ന് പറഞ്ഞ ആളിനെ മാറ്റാൻ പറ്റത്തില്ല. So we cannot founder is always a founder. അവരുടെ ഫൗണ്ടറിന്റെ പോസ്റ്റിലോട്ട് ഞാനേ പോകുന്നു, മിഷണറിയായിട്ട് പാസ്റ്ററായിട്ടൊന്നും പോകുന്നില്ല. So I will go for the founder's position, not as missionary or pastor. ചിലർക്ക് താല്പര്യമുണ്ട്, ഇത് ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥകളൊക്കെ പെട്ടെന്ന് ഇങ്ങനെ പൂച്ചെടുത്ത് കളയുന്ന പോലെ ഇങ്ങനെ മാറ്റാമെന്നുള്ള ചിന്ത ചിലർക്കുണ്ട്. Some people think that the commandments which God has given us, they can remove that by just a moment. ദൈവ നീതിയാൽ എഴുതപ്പെട്ടതിനെ തിരുത്തുവാൻ നമുക്ക് കഴിയത്തില്ല. We cannot change we cannot change what is written by the righteousness of God. നമ്മൾ വിചാരിച്ചാലും ദൈവം സമ്മതിക്കുന്നില്ല. Even if we think about it, but God will not allow that. ഞാൻ പറയാം എനിക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ ദൈവം പറയാം നോ. എലിയ പറഞ്ഞു മതി കർത്താവേ, കർത്താവ് പറഞ്ഞു ഇല്ല, ആഹാബിന്റെ ദേഹത്തിന് മുമ്പ് ഓടാൻ ഇനിയും ഓരോ ഓട്ടോടെ ബാക്കിയുണ്ട്. So we might think certain times, God, this is enough, but God said to Elijah, no, it is not enough. ഇവിടെ സംഭവിച്ച ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ സംഭവിച്ചത് സ്തോത്രം ഈ അവിശുദ്ധ കൂട്ടുകെട്ടുകൾ നെഹമ്യാവിനെതിരെ ഒരു ബാധയായി ഒരു പോരാട്ടമായി. These unholy alliances became a hindrance against Nehemiah. Praise the Lord. If you have alliances against the plans of God and kingdom of God and church of God, God will destroy that alliance. ഏലിയാവ് ജനത്തിനടുത്ത് എന്ന് പറഞ്ഞു, സ്തോത്രം, യഹോവ ദൈവമെങ്കിൽ അവനെ അനുഗ്രഹിക്കും, നിങ്ങൾ എത്രത്തോളം രണ്ട് തോണിയിൽ കാൽ വെക്കും.
So the word of God says that Elijah went before the people and said, "How long will you waver between two opinions? If God is good at ഇവിടെ അവർ മിണ്ടിയില്ല, ഒന്നും മിണ്ടിയില്ല. the children of Israel were smart, they did not speak." അവരെ കുറിച്ച് ദൈവം പറയുന്നത് എന്താ അറിയോ? യെശയ്യാ പ്രവചനത്തിലുണ്ട്. In Isaiah, the book of Isaiah, യെശയ്യാ 29 അധ്യായം 13 വാക്യം. Isaiah 29 verse 30. Isaiah 29 verse 30. അപ്പോൾ ഈ ജനം അടുത്ത് വന്ന് വായ കൊണ്ടും മധുരം കൊണ്ടും എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും തങ്ങളുടെ ഹൃദയത്തിൽ അവർ എങ്കിൽ നിന്ന് ദൂരെ തകറ്റി വെച്ചിരിക്കുന്നു ഹൃദയത്തെ. The Lord says, "These people come near to me with their mouth and honor me with their lips, but their hearts are far from me." എന്നോടുള്ള ഭക്തി മനഃപ്പാഠമാക്കിയ മനുഷ്യ കൽപ്പന അത്രേ. Their worship of me is based on merely human rules, and they have been taught. Praise the Lord. Hallelujah. അങ്ങനെ ദൈവസന്നിധിയിൽ ഇവരുടെ രണ്ട് മുഖം എന്ന് പറഞ്ഞാൽ പാസ്റ്ററെ കാണുമ്പോൾ ഒരു ഫേസ്, സ്തോത്രം, മറ്റുള്ളവരെ കാണുമ്പോൾ മറ്റൊരു ഫേസ്. ഇങ്ങനെ It is very easy for us to handle those not praise. Openly speak. openly. When people are speaking openly to us, which is very easy for the servants of God to handle ഈ them. രണ്ട് ഫേസ് ഉള്ള കുളവന്മാരെ പിടിക്കാൻ പാട്. So it is very difficult to catch hold of the people അവർ with ഇതിലേ വരും, two അതിലേ faces. വരും, അതിലേ വരും. They will come in two ways. എന്നെ കേട്ട് പറയും പക്ഷെ നല്ല പ്രസംഗമായെന്ന് പറയും. So people will say, looking at Pastor, the preaching was wonderful. അങ്ങോട്ട് പറഞ്ഞോ ഈ ആളത് ഇത് നടക്കും. Then after some time, they will walk into the other team and say that, "Oh, what he's saying is possible, even possible for this to happen." ഞാൻ തന്നെ ഇത് ചെവികൊണ്ട് കേട്ടിട്ടുണ്ട്. I have heard it by myself. ഇത് അറിയുന്നില്ല, ഞാൻ കറങ്ങി തിരിഞ്ഞില്ല അങ്ങോട്ട് അവിടെ ചെല്ലുമെന്ന് അവർ വിചാരിക്കുന്നില്ല. That they are not understanding that I will be reaching the other way and listening to them. പക്ഷെ ഇതൊന്നും ഫലവത്താകും. But these are not going to be fruitful. ഇത് ഒരുപാട് കണ്ടിട്ട് അങ്ങോട്ട് വന്നത്. I have seen all these things and I am here. ദൈവമാണ് പണിയുന്നത്. God is working. God has accomplished. ദൈവം സാധ്യമാക്കി. God has accomplished and He has made it happen. Praise the God. Lord. Hallelujah. അപ്പോൾ ഇത് അക്കോംപ്ലിഷ് ചെയ്യാൻ കാരണമായത് നെഹമ്യാവ് 4 മാസം. The reason for God to complete the work of Nehemiah was prayed for 4 months. ചെയ്യാവുന്നൊന്നുമില്ല. Whatever we think and we do, it may not be right. ആര് നേതൃനിരയിൽ ദൈവം പറയുന്ന വർക്ക് ചെയ്യാൻ ഇറങ്ങുന്നോ അവർക്ക് പ്രതികൂലം ഉണ്ടായിരിക്കും, യാതൊരു സംശയമില്ല. Anybody who comes down to do the work of God, there is going to be hindrances and challenges against them. ദൈവം പറഞ്ഞാണോ അവിടെ പ്രതികൂലം. If God has set a plan for that work, there is going to be hindrance. പലപ്പോഴും പ്രതികൂലം വെല്ലുവിളിയും വരാതിരിക്കുമ്പോൾ എനിക്ക് ഭയം ഉണ്ടാകാം. Certain times there is no challenges in my life, then I get fear. I get scared. കുറച്ച് നാളായിട്ട് ആരും എതിരായിട്ടൊന്നും പറയുന്നില്ല. So for some days nobody is talking against me. ആരും എതിരായിട്ട് നിൽക്കുന്നില്ലെങ്കിൽ, Nobody is starting against പ്രതികൂലമൊന്നും me. ഞാൻ പ്രാർത്ഥനയിൽ ഫേസ് ചെയ്യുന്നില്ലെങ്കിൽ If I'm not facing any challenges, ഞാൻ ദൈവത്തോട് ചോദിക്കും, I ask God. I must will ask God. തമ്പുരാനെ ശരിയായ വഴിക്കാണോ പോകുന്നത്? Am I going to the right path? തമ്പുരാന്റെ പണി ചെയ്താലേ പ്രതികൂലം ഉണ്ടാകും. Because for God's work only there is going to be അതെപ്പോഴും challenges. ആളുകൾ നമ്മൾ എതിരായിട്ടൊന്നുമില്ല. It is not the people. Every time people has to be opposing us. എപ്പോഴും ആളുകളെ തിരയരുത്. എന്തെങ്കിലുമൊക്കെ പ്രതികൂലങ്ങൾ നമുക്കെതിരെ ഇങ്ങനെ ശത്രു മെടഞ്ഞു വിട്ടുകൊണ്ടിരിക്കും. So the enemy is constantly trying some or other works against us. ജനങ്ങളെ നമുക്കെതിരാക്കുമ്പോൾ അത് ഫലവത്തായില്ലെങ്കിൽ മറ്റു വഴി ശത്രു ചെയ്യും. If the people are not getting against the work of the God, the enemy will try some other means. കാരണം ഇത് ദൈവത്തിന്റെ പണിയാണ്. Because this is the work of God. Praise the Lord. അതുകൊണ്ട് God will accomplish it. ദൈവം അതിനെ സാധ്യമാക്കും. So the God will accomplish this work. Praise the Lord. Hallelujah. ഇവിടെ നാം കാണുന്ന അവസാനമായി നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി സകലവും നിവർത്തിച്ചവൻ. So we see lastly that our God has accomplished everything. ക്രൂശിൽ ജീവനെ വിടുന്നത്. Tetelestai, it is finished. That is a word of which he said when he. കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിക്കുമ്പോൾ നമുക്ക് രണ്ട് സൈഡ് രണ്ട് കള്ളന്മാരുണ്ടായിരുന്നു. We know that there were two thieves in both sides of our Lord Jesus Christ. ഒരുവൻ പറഞ്ഞതുപോലെ For one person went to paradise. അല്ലേ? ഒരുത്തൻ Lost. രണ്ടുപേരും കർത്താവിനെ ക്രൂശിക്കടന്ന് ക്രൂശിച്ചവരാണ്. Both these thieves were hanged on the both sides of Lord Jesus ഈ Christ. രണ്ടുപേരും ഇഷ്ടപ്പെട്ടത് ചിലർ പറയുന്നത് നമുക്ക് ഇഷ്ടമല്ല. Some certain things which I speak you might not like. കറക്ഷൻ ഒന്നും നമുക്ക് We ഇഷ്ടപ്പെടുന്നതല്ല. do not like the correction. സംസാരിക്കുന്നവരാ. We might have spoken against. സംസാരിച്ചില്ലേ മനസ്സിൽ തോന്നിയവരാ. We might have felt it in our ഇയാൾ hearts. വേറൊരു പണിയിൽ എന്നൊക്കെ ചിന്തിച്ചിരുന്നവരാ. We might be thinking that in our വെളിയിൽ hearts. പോയി ദേവദാസനെതിരെ സംസാരിക്കുന്നവരാ. അതൊന്നും ഒരു കുഴപ്പം, അതൊക്കെ സംഭവിക്കുന്ന കാര്യമാണ്. We might have gone out and talked
talked against pastor, that is all normal things. Pastor criticize ചെയ്ത് കറക്റ്റ് എന്ന് ഞാൻ അവകാശപ്പെടുന്ന വ്യക്തിയല്ല. ഇതെല്ലാം സാധ്യമാണ്, ഇതെല്ലാം സംഭവിക്കണം. I am not saying that you, as a servant of God or pastor should not be criticized or any improvements should not be shown. പക്ഷേ ക്രൂശിൽ കിടക്കപ്പെടാണെങ്കിലും ദൈവം ഒരു കാര്യം ബോധ്യപ്പെടുത്തിയാൽ ആ കള്ളത്തിന് ബോധമുണ്ടെങ്കിൽ ബോധമുണ്ടാകും. When God is revealing certain things, even when we are on the cross, like the thief, even we have the basic understanding of that thief, we should realize that we are wrong. Praise the Lord. Praise the Lord. ചുവട് മാറ്റി ചവിട്ടുവാൻ ദൈവനീതിക്ക് വേണ്ടി നിൽക്കുവാൻ രാഹുവാൻ ഉള്ളിലുണ്ടാകുമ്പോൾ അവരോട് മറുതലിക്കാതെ യഹോവയുടെ പക്ഷത്തേക്ക് മാറി നിൽക്കുവാൻ മനസ്സ് കാണിക്കണം. We should show the heart when God is showing us that to stand for the righteousness of God. We should have a heart to do that. Praise the Lord. മതിൽ പണി കഴിഞ്ഞിട്ടും നെഹമ്യാവിന്റെ കൈയുടെ പ്രവൃത്തി സാധ്യമായിട്ടും അവനെതിരെ പ്രവർത്തിക്കുവാൻ തോബിയാവ് തുനിഞ്ഞു. Tobiah, even after the work of the wall was completed, he was talking against Nehemiah. He was planning against Nehemiah. Praise the Lord. Hallelujah. ഈ നെഹമ്യാവിന്റെ മൂന്നാമധ്യായത്തിലേക്ക് ഒരുപാട് കാണുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. When we come to the 3rd chapter, we see that. സ്തോത്രം. ഹല്ലേലൂയ. അവരുടെ ശ്രേഷ്ഠന്മാർ, മൂന്നാമധ്യായം 5-ാം വാക്യം, അവരുടെ ശ്രേഷ്ഠന്മാർ കർത്താവിന്റെ വേലയ്ക്ക് ചുമൽ കൊടുത്തില്ല. But their nobles would not put their shoulders to the work under their supervision. ശ്രേഷ്ഠന്മാരാണ് ഓർമ്മ. Just remember, they are nobles. ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരാണ്, പക്ഷെ നെഹമ്യാവിന്റെ വേലയ്ക്ക് ചുമൽ കൊടുത്തില്ല. The wall, they did not give their shoulders. Praise the Lord. Hallelujah. യേശു കർത്താവ് കുളിച്ച വീഞ്ഞു കുടിച്ച ശേഷം നിവൃത്തിയായി തലചായ്ച്ചാൽ അവനെ ഏൽപ്പിച്ചു കൊടുത്തു. Our Lord Jesus Christ surrendered His spirit after saying it is finished. It is finished എന്ന് പറഞ്ഞവനെ Person who says is finished. നിന്നിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിന്റെ നാളോളം വന്നെത്തി. The God who has started a good work in you, He will be there with you till the end of it. പ്രതികൂലമുണ്ട്, വെല്ലുവിളിയുണ്ട്, എന്നാൽ ദൈവം ഇത് പൂർത്തീകരിച്ചിരിക്കുന്നു. We do have challenges and we have hindrances, but God will complete this work. Praise the Lord. Hallelujah. പ്രതികൂലമായി നിൽക്കുന്ന, എതിർപ്പായി നിൽക്കുന്ന, പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഞാൻ ആഹ്വാനം ചെയ്യട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ നിലകൊള്ളുവാൻ ഒരു തീരുമാനമെടുക്കണം. Let me inspire you to stand for the righteousness of God. എസ്തേറിനോട് മൊർദെഖായി പറഞ്ഞു, നീ മിണ്ടാതെ ഇരുന്നാൽ യഹൂദന് ഉദ്ധാരണത്തിന് മറ്റു വഴി തുറന്നിരിക്കുന്നു. ഹല്ലേലൂയ. Mordecai told Esther, if you keep quiet this time, God will open another way for the Jews. എന്നാൽ നീ നിന്റെ പ്രതിഫലം നശിച്ചു. But you and your father's family will be destroyed. ഒരു നിമിഷം കണ്ണുള്ള ദിവസം Let us close our eyes. ഒരു നിമിഷം കണ്ണുള്ള ദിവസം നടക്കാം. Let us close our eyes. God will accomplish it. Hallelujah. 52 ദിവസം കൊണ്ട് മതിൽ പണി പൂർത്തിയാക്കിയ ദൈവം, നെഹമ്യാവിന്റെ കരത്തെ ബലപ്പെടുത്തിയ ദൈവം തകർച്ചയിൽ പണിയുവാൻ നമ്മെ സഹായിക്കും. Our God is going to help us. The God who helped Nehemiah to complete the work of the wall in 52 days, the same God is going to help us to build us up build our walls to be complete. ദൈവരാജ്യത്തിന്റെ കെട്ടുപണി ദൈവത്തിന്റെ കയ്യിലാണ്. The work of the God's kingdom is in His ഒരു മനുഷ്യന്റെയും കയ്യിലല്ല. It is not in one man's hand. ഹല്ലേലൂയ. ഒരു അവിശുദ്ധ കൂട്ടുകെട്ടും അതിനെതിരെ പ്രവർത്തിക്കത്തില്ല, പ്രബലമാകത്തില്ല. No unholy alliance will work against that. ഒരു വെല്ലുവിളിയും അതിനെ മേലെ ജയിക്കത്തില്ല. No challenges will have victory over ദൈവത്തിന്റെ പണി ദൈവം പൂർത്തീകരിക്കും. The work of the God Himself will come. ആര് അനുകൂലിച്ചാലും അനുകൂലിച്ചില്ലെങ്കിലും, Whether anybody stands with God or not, God will do that. ദൈവം ചെയ്യും. God will complete that work. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. തിരുസന്നിധിയിൽ തന്നെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവങ്ങളിലേക്ക് നമ്മെ സമർപ്പിച്ചാട്ടെ. ഒരു നിമിഷം ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇത് പകൽക്കാലം നൽകിക്കാട്ടെ. ഹല്ലേലൂയ. ദൈവനീതി നമ്മിൽ വെളിപ്പെടട്ടെ. ദൈവനീതിക്കെതിരായി പ്രവർത്തിക്കാൻ ആരെയും ദൈവം അനുവദിക്കാതെ. ഹല്ലേലൂയ. നിന്റെ കുഞ്ഞുങ്ങളാകുന്ന അടിയങ്ങൾക്ക് ഈ കർത്താവെ കർത്ത ദിവസത്തിൽ തിരുസന്നിധിയിലായിരിക്കാൻ ദൈവം കൃപ ചെയ്തുകൊണ്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഞങ്ങൾ കടന്നു വന്ന സന്ദർഭങ്ങൾ ദൈവത്തിൽ മഹാസാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരുന്നല്ലോ. പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, ദൈവത്തെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ ഒക്കെ ദൈവം ഇടയാക്കി കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, അടിയങ്ങൾക്ക് നല്ല സങ്കീർത്തനത്തെ നൽകി തന്ന ദൈവത്തെ സ്തുതിക്കുന്നത് വായിച്ചത് കർത്താവെ, ദൈവത്തിൽ സന്തോഷിപ്പാൻ ഞങ്ങൾക്ക് ഇടയാക്കിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അടിയങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ മനഃപ്പാഠവാക്യങ്ങളെ ദൈവത്തിൽ അറിയിപ്പാൻ ഇടയാക്കിയല്ലോ. അവിടുത്തെ ആകർഷണ വലയത്തിലൂടെ സൂക്ഷിച്ചു കൊള്ളണം കർത്താവെ. അങ്ങയുടെ കാഴ്ചകൂടി തന്നെ അവരായിരിക്കാൻ ദൈവത്തിന്റെ ആകർഷണ വലയത്തിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സൂക്ഷിച്ചു കൊള്ളുന്ന
പ്രാർത്ഥനയിൽ സാക്ഷ്യത്തിലൂടെ പ്രാർത്ഥനയ്ക്കായി ഒഴിച്ച് എല്ലാവർക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കർത്താവെ ആവശ്യങ്ങളെ ദൂരവേ അറിയുന്ന കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി കരുതുന്ന ദൈവമാകയാൽ അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളെ ഓരോരുത്തരെയായി സമർപ്പിക്കുന്ന കർത്താവെ ഈ ഒരാഴ്ച കാലം ജീവിപ്പാനുള്ള ദൈവങ്ങളൊന്ന് ചിറകെങ്കിൽ ഞങ്ങളെ മറച്ചുള്ളെങ്കിൽ ഞങ്ങളെ താങ്ങി കർത്താവ് ഞങ്ങളെ നടത്തിക്കൊള്ളുമാറാകുകയെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദിയോടെ ദൈവസ്ഥലങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുന്ന കർത്താവെ ഇന്ദ്രവൽക്കാരം അടിയങ്ങളെ കേൾപ്പിച്ച ദൈവദിനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ദാസന്മാരെതിരായി ബലപ്പെടുത്തിയതുകൊണ്ട് കർത്താവെ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്ന നെഹമ്യ അവനോട് കൂടെ ഇരുന്ന ദൈവം ഞങ്ങളോട് കൂടെ വരുന്ന കർത്താവെ ഞങ്ങളുടെ ഹൃദയ വിചാരങ്ങളെ കൂടെ ദൂരവേ ഗ്രഹിക്കുന്ന കർത്താവെ തിരുസന്നിധിയിൽ ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ ദൈവസന്നിധിയോ അങ്ങയോട് ചേർന്ന് അവിടുത്തെ ഹിതപ്രകാരം ജീവിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധിയോടും നിർമ്മലതയോടും ഞങ്ങളായിരിക്കുന്നിടത്ത് ദൈവത്തെ പ്രസാദിച്ച് ജീവിപ്പാനുള്ള കൃപ ഞങ്ങളെ സഹായിച്ചാട്ട് രക്തവളവിൽ ഞങ്ങളെ പൊതിഞ്ഞുകൊണ്ടാട്ട് കൃപയിൽ ഞങ്ങളെ സൂക്ഷിച്ചാട്ട് കർത്താവെ അങ്ങനെ ഞങ്ങളുടെ വിഷയങ്ങളെ എല്ലാം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ വൈപ്പിക്കായി സ്തോത്രം ചെയ്യുന്നു. അത് ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണമേ. അത് ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു അനുഗ്രഹമാക്കി തീർക്കണമേ. ഏറ്റിരിക്കുന്ന വിഷയങ്ങളൊക്കെ ഭംഗിയായി നിറവേറ്റുവാൻ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവം ബലപ്പെടുത്തിക്കൊണ്ടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതെല്ലാം എന്റെ ദൈവത്തിന്റെ നാമ മഹത്വത്തിന് കാരണമാക്കി തീർക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. പ്രാർത്ഥന കേട്ടതിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. Praise the Lord. Hallelujah. Hallelujah. God has been good to us. Thank God. Praise the Lord. Praise the Lord. We heard wonderful message from Pastor on the rebuilding of the wall. May God help us all, not only in terms of church, but also within our hearts. May God give us the grace to do that. Let's praise God. Praise the Lord. Praise the Lord. So if we look at the world now, I feel that the time is going so fast. 2024 is over. January 2025 is over, and now we are coming. Like February will go soon as well. So God has kept us all well, Amen. Are we all thankful? Amen. Hallelujah. Aaron, are you thankful? Are you thankful, Aaron? Yeah. Let's praise God then. Praise the Lord. Praise the Lord. We should be praising God. That's very important. Otherwise, God will feel offended. God is giving us food. Nice biryanis, donuts, whatever you want. God is giving us nice shoes, no shoes, right? What is that? Yeah, that's what I'm saying. So are we grateful to God? That's the question. Yes. Then we should praise God. Let's praise God. Praise the Lord. Praise the Lord. Praise the Lord. So God has been kind to us, and now as we move forward, what I feel is that our youths and children are getting more and more perfected as vessels of God. So God's will should be fulfilled in their life. Let's praise God for that. Hallelujah. Amen. Thank you, Lord. So I would like, without wasting much time, I would like to call upon the chairperson for this month's YP, Brother Abhilash Sam. Let's give a round of applause. Praise the Lord. Praise the Lord. Hallelujah. Praise the Lord. So I thank God for giving me this wonderful opportunity, and also the YP director. So ഈ ഫെബ്രുവരി മാസത്തിലെ YP മീറ്റിംഗിലേക്ക് നിങ്ങളെല്ലാവരും ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. So without any further delay, I am going to start with a prayer, Brother Vaivagis. So again, once again, thank you for coming for the voice was a big small start, especially thank you for Sunday giving us sketches to come together, sketches, each church sketches. Thank you for being small, each of our last sketches. Your blessings guide us this far, sketches. Help us forward in the right direction, sketches. We pray especially this time for the youth meeting, sketches. All the programs that are done here do blessing for the church, sketches. And everyone is in attendance, sketches. Help us to also look for your apply in our lives, look for your plan, nothing else, sketches. Especially the children, everyone perform here, sketches. Give knowledge and ability to do so, and for that, sketches. Help all these programs must be blessing in our lives, sketches. The youth meeting blessing in our lives, sketches. Bless me to be before your man, that is just separate. Amen. Thanks, my brother. Next one is the song by Adam Sanders. Praise the Lord Jesus. Hallelujah. आज का दिन यहोवा ने बनाया है, हम इसमें
मुझको हम देते रहे, चाहे जहाँ भी रहे, हालेलुया आज का दिन एवं ने बनाया है, हम इसमें आनंद हो, आनंद हो। Thanks, sir. So I model here. Praise the Lord. Today I will be doing this short story. Wake up, Johnny. The sun is up. I'm going to cut the wood. Are you coming? Dad asked. Since it was during summer vacation time, he was still in bed. I want to come with you, Daddy, Johnny responded from his bed. Johnny enjoyed going to the woods with his dad. It had been a long time since he could go because of school. They got into the ox-pulled cart. After finishing breakfast, they navigated to the canopy of trees with dappled sunlight filtering through the drill, listening to the rustling leaves and birdsong as Johnny got immersed into the sights, sounds, and smells of nature. He got reminded of his Sunday school lessons. How God created all these things, Johnny explained. They started searching for dry and dead trees. It was for firewood for winter. They were searching for. They found one big tree that exactly fits for their use. They were getting ready to cut the tree. Johnny noticed a woodpecker flying in the hole in a tree. Johnny saw the little nestlings popping up their heads to get food. He realized that they could kill these little birdies by cutting this tree. He begged his dad not to cut that tree. Even these creatures needed to be cared for. They were not forgotten by God. Johnny recollected his Sunday school lesson. Johnny's eyes watered. God does care about them, his dad added. Then moved on and found another tree for them. The word of God sown in the hearts of the newborn bears fruits in their life. Thank you. Thanks, sir.
വലിയൊരു ടാസ്ക്കാണ്. കൺക്ലൂഡിങ് മെസ്സേജ് ഓൾറെഡി നമ്മൾ 2 മെസ്സേജ് പാസ്റ്ററിൽ നിന്ന് കേട്ടു, അതുകൂടാതെ നമ്മൾ ഷാരോണിൽ നിന്ന് കേട്ടു, ഇനി എൻ്റെ മെസ്സേജ് എന്ന് ഞാൻ നിങ്ങളുടെ ക്ഷമ പരീക്ഷിക്കുന്നില്ല. ബട്ട് ഓക്കെ, നമ്മളിപ്പോൾ AI ജനറേഷനിലാണ് നമ്മൾ ജീവിക്കുന്നത്. സോ ആക്ച്വലി നമ്മൾ എവിടെ നോക്കിയാലും കേൾക്കുന്ന AI. ആക്ച്വലി വാട്ട് ഈസ് AI? അത് ആക്ച്വലി വാട്ട് ഈസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്? എന്താണ് AI? IT-യിലുള്ളവർ പറയണ്ട, അവർക്കറിയാം. IT ഇല്ലാത്തവരും എന്താണ് AI? Software updates? That will happen. It's not AI. AI isn't it Like it? it's fake information. I don't know. So everybody knows AI. I think it's something technology a lot of people. Like it doesn't really work by somebody controlling it, but it works on its own. It makes you something else. It's not real. It's not real. It's not real. Something that is not real. AI. What is AI? AI is something where, like, your person, and it can make you a football player. It can make you. Yeah. So AI is simply where Definition പറയണ്ട, just നിങ്ങളൊക്കെ മനസ്സിലാക്കി പറയാം. you can ask the computer bot a question and it will respond, but it's not a human being on the other end. It's just like a robot responding to your question. Robot responding to your question. I am close to that, but not exactly. തോമസ് അങ്കിൾ അറിയോ? നിങ്ങളുടെ ജനറേഷൻ AI ഉണ്ടല്ലോ, ഇല്ല? Okay, so AI രഹസ്യ സോറി കേൾക്കാം. മമ്മി പറഞ്ഞതാണ്. Data taking from other resources. No. AI എന്ന് പറയുന്നത് നമ്മൾ മനുഷ്യൻ ചിന്തിക്കുന്ന പോലെ ഇപ്പം കമ്പ്യൂട്ടർ ചിന്തിച്ചാൽ സ്വന്തമായിട്ട് എല്ലാം ചെയ്തു തുടങ്ങി. അതിനാണ് AI എന്ന് പറയുന്നത്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. സോ ഇറ്റ്സ് നമ്മളായിട്ട് ഒരു കാര്യം ചെയ്യുന്നു, അതിന് പകരം നമ്മൾ ചിന്തിച്ച് ചെയ്യുന്നു, അതിപ്പോൾ മെഷീൻ ചിന്തിച്ച് ചെയ്യുന്നു. ദാറ്റ്സ് ഓൺലി ദ AI. മനസ്സിലായോ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അത് എല്ലാ എല്ലാ മേഖലയിലും ഇപ്പോൾ AI-യുടെ ഇൻഫ്ലുവൻസ് വന്നിട്ടുണ്ട്. മെയിൻലി IT. അത് അതിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജസ് കുറെ ഉണ്ട്. നമ്മളിവിടെ അപ്പം ഒരു ഏകദേശം ഐഡിയ കിട്ടില്ല നമുക്ക് ഇവിടെ AI യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു മെഷീൻ ചെയ്യുന്നു. നമ്മൾ ആ മെഷീനോട് ചോദിച്ചു കഴിഞ്ഞാൽ മെഷീൻ അതിന് ഔട്ട്പുട്ട് തരുന്നു. അത് നമ്മൾ ചിന്തിക്കുന്ന വരെ അത് ചിന്തിച്ചിട്ട് നമുക്ക് അതിന്റെ റിസൾട്ട് തരുന്നു. അപ്പൊ നമ്മുടെ ലൈഫിൽ നമ്മൾ AI യൂസ് ചെയ്യുന്നുണ്ടോ? നമ്മുടെ ലൈഫിൽ IT യൂസ് ചെയ്യുന്നുണ്ട്. അപ്പാർട്ട് ഫ്രം IT നമ്മുടെ ലൈഫിൽ ഞങ്ങളുടെ വീട്ടിൽ AI യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങളെല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട് ഫോണിനകത്ത് എന്തുകൊണ്ടോ ഫോൺ നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പൊ AI വന്നു കഴിയുമ്പോൾ അതിന്റെ ഒരു ഫീച്ചർ ആഡ് ചെയ്തത്. യു നോ സിറി? എന്താണ് സിറി? അപ്പൊ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ AI യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ പോലും അറിയുന്നില്ല നമ്മൾ AI യൂസ് ചെയ്യുന്നുണ്ട്. ബട്ട് ഇറ്റ്സ് എ സിറി, ദാറ്റ് ആപ്ലിക്കേഷൻ യൂസിങ് ദ ടെക്നോളജി AI. അത് AI ആണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഞങ്ങളുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ എന്റെ മോൾ അവിടെ നിന്നാണ് പറയാം രാത്രി സെറ്റ് സിറ. അപ്പൊ അതൊരു എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്? നമ്മുടെ സിറി എന്ന് വിളിക്കുന്ന ആദ്യം എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നത്? സിറി. അപ്പൊ നമ്മൾ അടുത്ത സെറ്റ് അലാറം അറ്റ് 4:30 AM. എന്റെ മോൾ യൂസ് ചെയ്യുന്നുണ്ട് പറഞ്ഞത്. പക്ഷെ 4:30 AM അവിടെ എഴുന്നേക്കത്തില്ല. അത് സിറി പറയും കറക്റ്റായിട്ട് അത് അലാറം അടിക്കും. പക്ഷെ അവിടെ എഴുന്നേക്കണമെങ്കിൽ 6:30 ജെസ്സിയുടെ ടെക്നോളജി ഉപയോഗിക്കുന്നത്. സോ നമ്മുടെ ലൈഫിലും AI വരുന്നുണ്ട്. ബട്ട് ദ തിങ് ഈസ് ആക്ച്വലി ജസ്റ്റ് ഞാൻ AI കുറിച്ച് ക്ലാസ് എടുക്കാൻ വേണ്ടിയല്ല എടുക്കുന്നത്. സോ നമ്മൾ പറയുന്ന ആൾക്ക് മുമ്പ് കേട്ടായിരുന്നു നമ്മുടെ കേരളത്തിലെ AI ക്യാമറ എന്ന് പറഞ്ഞു. പക്ഷെ എല്ലാവർക്കും അറിയാം AI എന്തോ. പക്ഷെ നേരത്തെ ഈ പോലീസ് എന്നെയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഞങ്ങൾ ട്രിപ്പിലൊക്കെ ബൈക്കിൽ പോകുന്ന സമയത്ത് പോലീസുകാർ മാനുവലി കൈ കാണിച്ചു നിർത്തി നമ്മളെ പെറ്റി അടിച്ചിട്ടുണ്ട്. അപ്പൊ ആ ജോലി ഇപ്പൊ AI ക്യാമറയാണ് ചെയ്യുന്നത്. എല്ലാവരുടെയും ക്യാമറ വെച്ചിരിക്കുക. അത് അത് നമ്മളെ ഡിറ്റക്ട് ചെയ്യുന്നു. 3 പേര് പോകുന്നു അല്ലെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇല്ലാതെ പോകുന്നു. അപ്പൊ AI ക്യാമറ ഡിറ്റക്ട് ചെയ്യുന്നു വിത്ത് എ ക്ലിയർ പിക്ചർ ആൻഡ് ഇമേജ് ആൻഡ് ഓൾ. അത് കറക്റ്റായിട്ട് അത് ഡാറ്റ പ്രോസസ്സിംഗ് നടക്കുന്നു. സെർവറിലോട്ട് അയച്ചു കൊടുത്തിട്ട് അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ ഫൈന് വീട്ടിൽ വന്നിരിക്കും. അതാണ് AI ചെയ്യുന്നത്. സോ ഫാസ്റ്റ് ആണ്. അപ്പൊ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, സോ നമ്മൾ
നമ്മുടെ എല്ലാ പ്രോബ്ലംസിനും AI സൊല്യൂഷൻ. നമ്മുടെ ഇപ്പൊ IT-യിൽ ഇപ്പൊ AI കൊണ്ട് അഡ്വാൻറ്റേജ് ഉണ്ട്, ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം പണ്ടൊക്കെ ഞങ്ങളൊക്കെ പ്രോഗ്രാം പഠിക്കുന്ന സമയത്ത് ഞങ്ങളെല്ലാം കുത്തിയിരുന്ന് പഠിച്ച പ്രോഗ്രാം IT-യിലുള്ളവർക്ക് അറിയാം. കോഡൊക്കെ എഴുതി ആ കോഡ് 4 വരെയുള്ള കോഡാണെങ്കിൽ അത് 100-60 കാണും. ഇപ്പൊ അതൊന്നും വേണ്ട. ഇപ്പൊ AI-യോട് പറഞ്ഞാൽ അത് എനിക്കൊരു പ്രോഗ്രാം എഴുതി തന്നു കഴിഞ്ഞാൽ അത് എഴുതി തരും. നമ്മളതിനെ എക്സിക്യൂട്ട് ചെയ്താൽ മാത്രം മതി. അത്രയ്ക്ക് സോ ഫാസ്റ്റ് ആണ്. അതാണ് അഡ്വാൻറ്റേജ്. അതുപോലെ നമ്മുടെ സെറ്റ് അലാറം അല്ലെങ്കിൽ ഇതൊക്കെ പറയുമ്പോൾ എല്ലാം AI റെസ്പോൺസ് ചെയ്യുന്നത്. നമ്മുടെ ഡെയിലി ലൈഫിൽ അത് ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ബട്ട് എന്റെ ക്വസ്റ്റൻ എന്താ, അതിന് ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ഇപ്പൊ ഞാനൊരു ഡിസഡ്വാൻറ്റേജ് പറയാം. ഞങ്ങളുടെ നാട്ടില് കേരളത്തില് AI ക്യാമറ വന്നപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊരു അച്ഛനുണ്ടായിരുന്നു, പള്ളിയിലെ അച്ഛൻ, പ്രീസ്റ്റ്. അപ്പൊ പുള്ളി ഓർത്തഡോക്സ് സഭയിലെ അച്ഛനാണ്. അപ്പൊ ആ അച്ഛന് പിന്നെ പറഞ്ഞ AIക്ക് നമ്മളെന്തോ ഡാറ്റ കൊടുക്കുന്ന ആ സെർവറിൽ നിന്ന് അതിനെ റെസ്പോൺസ് ചെയ്യുന്നത്. അല്ല അത് സ്വന്തമായിട്ട് ചിന്തിക്കാനുള്ള കഴിവില്ല. ഒരു മനുഷ്യൻ എന്തോ ഡാറ്റ കൊടുക്കുന്നു, ബേസ്ഡ് ഓൺ ദാറ്റ് ഡാറ്റ ഇറ്റ്സ് ഗീവ് ദ റെസ്പോൺസ്. സോ ഞാൻ പറയാൻ വന്ന ഡിസഡ്വാൻറ്റേജ്, ഈ അച്ഛൻ ഒരു താടിയുള്ള അച്ഛനാണ്. അപ്പൊ ഈ അച്ഛൻ സീറ്റ് ബെൽറ്റൊക്കെ ആയിട്ട് കാറ് എപ്പം വെളിയിൽ പോയാലും ഈ അച്ഛന് ഫൈൻ അടിക്കും. അച്ഛൻ വീട്ടിൽ വരുന്നതിന് മുമ്പ് ഇതിന്റെ ഫൈൻ ഇറ്റ് വിൽ കം ടു പുള്ളിയുടെ ഇമെയിൽ അല്ലെങ്കിൽ പുള്ളിക്ക് SMS ആയിട്ട് പുള്ളിക്ക് ഫൈൻ വരും. അപ്പൊ പുള്ളി ചിന്തിക്ക് ഞാൻ എല്ലാം ചെയ്തിട്ടുണ്ട്, കാറ് അതിന്റെ എല്ലാം ക്ലിയർ ആണ്, സീറ്റ് ബെൽറ്റ് ഇട്ടുകൊണ്ട് പോകുന്നുണ്ട്. ബട്ട് AI ഡിറ്റക്ട് ചെയ്ത് പുള്ളി താടിയുള്ളതുകൊണ്ട്, പുള്ളിയുടെ കുപ്പായം വെളുത്തതാണ്, താടിയും വെളുത്തതാണ്, AIക്ക് അത് സീറ്റ് ബെൽറ്റ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അത് ഫൈൻ അടിച്ചോണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് ചെയ്ത പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ വന്ന് ഇങ്ങനെ ഇതായി കഴിയുമ്പോൾ അവർ പറഞ്ഞു, ഒന്നിൽ അച്ഛൻ താടി പഠിക്കണം അല്ലെങ്കിൽ അച്ഛൻ വണ്ടി ഓടിക്കരുത്. ഈ 2 ഓപ്ഷനേ ഉള്ളൂ. അപ്പൊ അച്ഛന് ഓർത്തഡോക്സ് സഭയിലൊക്കെ അച്ഛന്മാർക്ക് താടി പഠിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് പുള്ളി പറഞ്ഞു, എനിക്ക് ആ ഫസ്റ്റ് ഓപ്ഷൻ പറ്റത്തില്ല, ഞാൻ താടി പഠിക്കത്തില്ല. ബട്ട് പുള്ളി എന്തൊരു ഡ്രൈവറിനെ വെച്ചു. അങ്ങനെയാണ് പുള്ളി. അപ്പൊ AIയുടെ ഡിസഡ്വാൻറ്റേജ് ആണ് ഞാൻ പറഞ്ഞത്. പക്ഷെ മനുഷ്യൻ പറഞ്ഞു കൊടുത്തതിന് ബേസ് ചെയ്തോണ്ടാണ് AI ഡിറ്റക്ട് ചെയ്തു. പക്ഷെ അതിന്റെ ഡിസഡ്വാൻറ്റേജ് ആണ് പറയാൻ ശ്രമിക്കുന്നത്. പക്ഷെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന കാര്യമാണ്, വിൽ AI give all answer to our problems? നമ്മൾ സ്പിരിച്വലി ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രോബ്ലംസിനെല്ലാം AIക്ക് സൊല്യൂഷൻ തരാൻ പറ്റുമോ? നോ? ഷുവർ? ഓക്കെ, ഞാനൊരു ഇതിന്റെ റെഫറൻസ് വായിക്കാം. John 14:26. യോഹന്നാന്റെ സുവിശേഷം 14:26 വാക്യം. നല്ലത് വായിക്കൂ. എങ്കിലും പിതാവ് എന്റെ നാമത്തിൽ അയക്കാനുള്ള പരിശുദ്ധാത്മാവിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് സകലവും ഉപദേശം തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. സോ ഇത് നമ്മുടെ പ്രോബ്ലംസിന് എല്ലാ സൊല്യൂഷനായിട്ട് വർഷങ്ങൾക്ക് മുമ്പേ ഗോഡായിട്ട് തന്ന ഒരു ഇതാണ്. AI അല്ല, HI, ഹോളി സ്പിരിറ്റ് ഇന്റലിജൻസ്. അപ്പൊ ഞാൻ പറയാൻ ശ്രമിച്ചതേ ഉള്ളൂ, AI വേഴ്സസ് HI. സോ നമുക്ക് അതിന്റെ ബെനിഫിറ്റ്സ് എന്താണ്? HI ഇസ് നോട്ട് ഡിപെൻഡ് ഓൺ IT. അപ്പം AI ആണെങ്കിൽ ഇതൊരു സെർവറിന് അല്ലെങ്കിൽ അതിന്റെ ഡാറ്റ ഡിപെൻഡ് ചെയ്താണ് അതിന്റെ റെസ്പോൺസ് ചെയ്യുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ റോങ് ആണെങ്കിൽ അതിന്റെ പ്രോപ്പർ റെസ്പോൺസ് നമുക്ക് കിട്ടത്തില്ല. AI അത് ബേസ്ഡ് ഓൺ അവർ ക്വസ്റ്റ്യൻ ആയ ക്വറി അനുസരിച്ചാണ് അതിന്റെ റെസ്പോൺസ് കിട്ടുന്നത്. ബട്ട് HI ഇസ് നോട്ട് ഡിപെൻഡ് ഓൺ എനി സെർവർ ഡാറ്റ. ഇറസ്പെക്റ്റീവ് ഓഫ് യുവർ പ്രോംപ്റ്റ്, ഇറസ്പെക്റ്റീവ് ഓഫ് യുവർ റോങ് ക്വസ്റ്റ്യൻസ്, he will always give you an accurate answer what you need to know. Adana HI or a Holy Spirit. So just I want to convey this message to you. So I encourage you to run to HI instead of AI. Amen. So he will help you to moral, ethical decision making. He never fails. He never messes. Hallelujah. So that's my this is all a small portion I just want to share with you all. So next program is prayer and benediction by Pastor. Praise the Lord. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് പകൽക്കാലം ഈ പ്രോഗ്രാംസ് കൊണ്ടുപോകാൻ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. കടന്ന സമയം മുതൽ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ ദൈവം നമ്മെ ഇടയാക്കിയല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ മീറ്റിംഗിൽ ചെയ്യാൻ പ്രിയ അഭിലാഷ് കർത്താവ് സഹായിച്ചല്ലോ. അവസാനം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശം നൽകി തരുവാൻ കർത്താവ് ഇടയാക്കിയല്ലോ. കർത്താവ് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് പകൽക്കാലം ഞങ്ങൾ ദിവസത്തിൽ കടന്നു വന്നു. സമയം മുതൽ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ അനുഭവിച്ചറിയുവാൻ, അവിടുത്തെ വചനം കേൾക്കുവാൻ, പല സന്ദേശങ്ങൾ ഞങ്ങൾ കേൾക്കുവാനൊക്കെ ഇടയായി. അതിലെല്ലാം അവിടുത്തെ വചനം ഞങ്ങളുടെ ഇടപെട്ട കൃപയ്ക്കായി സ്തോത്രം. വൈപി അനുഗ്രഹമാകും കർത്താവ് സഹായിച്ചിട്ട് പ്രോഗ്രാം അവതരിപ്പിക്കുക. ഞങ്ങളുടെ സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ അവിടെ ഇടയാക്കിയല്ലോ. അടുത്ത മാസത്തെ വൈപി ഏറ്റവും അനുഗ്രഹം കർത്താവ് സഹായിക്കണം. ഈ കർത്താവ് വൈപി അനുഗ്രഹങ്ങളോട് പ്രാർത്ഥിക്കുന്നു. വളരെ സഹായിക്കണം. പ്രോഗ്രാംസ് അടുത്ത മാസത്തെ എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ദൈവകൃപയോടെ ദൈവാശ്രയത്തോടെ പ്രോഗ്രാംസ് ചെയ്യുവാൻ കർത്താവ് അവർക്ക് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രിയ അഭിലാഷ് ഇന്ന് പകൽക്കാലം മീറ്റിംഗ് ലീഡ് ചെയ്യുവാൻ കർത്താവ് ഇടയാക്കലും ഒരേ കുടുംബം അനുഗ്രഹിക്കണം. അല്ലെങ്കിൽ ഈ ആഴ്ചക്കാലം ഞങ്ങളുടെ ജീവിതത്തിലെ പോക്കിലെ വരവിലെ ഞങ്ങളുടെ ആവശ്യങ്ങൾ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുമ്പോഴും വരുമ്പോഴും അവരുടെ ആവശ്യങ്ങളെല്ലാം ദൈവത്തിന്റെ കൃപ ഉണ്ടാകണമായി. ഞങ്ങളുടെ പ്രിയപ്പെട്ട ജോലി കാര്യങ്ങൾ അവിടുത്തെ കൃപ ഉണ്ട്. ഞങ്ങൾ സമാഗമ മടങ്ങി ഭവനത്തിലേക്ക് പോകുമ്പോൾ അവിടുത്തെ സാന്നിധ്യം ചോദിക്കുന്നു. ഈ ആഴ്ച എല്ലാ കൂട്ടായ്മകളിലും ദൈവത്തിന്റെ കൃപയുണ്ട്. അവിടുത്തെ നാം ഞങ്ങൾ മഹത്വപൂർണ്ണ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം.
യേശു കർത്താവിന്റെ വലിയ നാമത്തിൽ തന്നെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശിപ്പിച്ചു വഴിയിടുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും കൂട്ടായ്മയും നമ്മോടും നാം ഓർത്ത് പ്രാർത്ഥന വിഷയം കൊണ്ട് ദിവസം എല്ലാ ഭവനങ്ങളും ലോകമുള്ള സർവ്വസ്ഥന്മാരുടെ കൂടെ കർത്താവ് നാളുവരെ നീ കൂട്ടായിരിക്കുമാറാകട്ടെ. യേശു ക്രിസ്തു മുഖാന്തരം സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ.